എലോഹീം ലമ്മാ സബക്താനി എന്നവൻ പറഞ്ഞു പ്രാണനെ വിട്ടു. എലോഹീം എലോഹീം ലമ്മാ സബക്താനി എന്നുറൈത്ത വണ്ണமாக ജീവனை വിട്ടാർ. അവന്റെ മരണം ഒരു പാപിയെ പോലെയായിരുന്നു. അവന്റെ മരണം ഒരു പാപിക്കൊപ്പാக ഇരുന്നത്. അവന്റെ മരണം ഒരു പാപയാഗം പോലെയായിരുന്നു. അവന്റെ മരണം ഒരു പാപനിവാരണ ബലിക്കൊപ്പാக ഇരുന്നത്. എന്നാൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. ஆனால் தம்முடைய மரணத்திலே இவர் ஐஸ்வர்யவான்களோடு கூட இருந்தார். അവന്റെ ശവശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി. അവന്റെ ജീവനറ്റ ചടലം സിലുവയിലിருந்து ഇറക്കപ്പെട്ടത്. അവന് പരസ്യ ശിഷ്യന്മാരും രഹസ്യ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് വെളിപ്പടിയാകും മறைமுகமாகும் ശിഷ്യர்கள் കാണപ്പെട്ടാர்கள். അവന്റെ രണ്ട് രഹസ്യ ശിഷ്യന്മാർ ബഹുസമ്പന്നരായിരുന്നു. അവരുടെ രണ്ട് രഹസ്യ ശിഷ്യர்கள் பெரிய ஐஸ்வர்யவான்களாக இருந்தார்கள். അതിൽ ഒരുവൻ അരിമത്യക്കാരനായ ജോസഫ് ആയിരുന്നു. അതിലെ ഒരുവൻ അരിമത്യ ഊരനാകിയ യോസേപ്പ് என்பவன். അവൻ അന്ന് റോമൻ ഗവർണറുടെ ഒരു മന്ത്രിയായിരുന്നു. അന്റക്കവൻ റോമ ആളുകളുടെ മന്ത്രിയാக കാണപ്പെട്ടാൻ. രണ്ടാമത് നിക്കോദിമോസ് എന്നൊരു യഹൂദൻ ഉണ്ടായി. രണ്ടാമதாக നിക്കോദിമോസ് എன்கிறதான യൂദൻ இருந்தான். അവൻ ആ കാലഘട്ടത്തിലെ ബഹുസമ്പന്നനായിരുന്നു. அந்த நாட்களிலே அவனும் ஒரு சீமானாக இருந்தான். യേശുവിനെ അനുഗമിച്ച ശിഷ്യരെല്ലാം മറ്റുള്ളവർ ദരിദ്രരായിരുന്നു. യേശുവെ പിൻപറ്റുന്നവരെ മറ്റ് ശിഷ്യരെല്ലാം ദരിദ്രമുള്ളവരാக അവൻ ഒരു இருந்தார்கள். പാപിയെ പോലെ ഛേദിക്കപ്പെട്ടെങ്കിലും അവന്റെ അടക്കം സമ്പന്നനെ പോലെയായിരുന്നു. പാപിയെ പോലെ അവர்கள் കൊலை செய்யப்பட்டாலும் இவனுடைய അടക്കമെല്ലാം ഐശ്വര്യവാനെ പോലെ ഇരുന്നത്. അവൻ കാൽവറിയിൽ മരിക്കുമ്പോൾ ഈ രണ്ട് രഹസ്യ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചിരുന്നു. കൽവാരിയിൽ അവർ മരിച്ചപോது இந்த இரண்டு രഹസ്യ ശിഷ്യരും അവരെ പിൻപറ്റിനാர்கள். ഈ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടിട്ടാണ് റോമൻ ഗവർണർ ഈ ശവശരീരം വിട്ടുകൊടുത്തത്. இந்த ശിഷ്യരുടെ വേണ്ടുകോളുക്ക് ഇണങ്ങുവാൻ റോമ அரசாங்கமானது അവരുടെ ചടലത്തെ അവരിടത്തിൽ ഒപ്പടൈത്തത്. അവർ ആ ശവശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി. ജീവനറ്റ ശരീരത്തെ സിലുവയിലിருந்து ഇറക്കിனர். അരിമത്യക്കാരനായ ജോസഫ് തനിക്ക് വേണ്ടി വെട്ടി ഉണ്ടാക്കിയ മനോഹരമായ ഒരു ശവക്കല്ലറ രക്ഷകന് കൊടുക്കുകയാണ്. അരിമത്യ ഊരനാക്കിയ இந்த யோசேப்பு தனக்காகவே வெட்டி உருவாக்கப்பட்டதானே அழகான இந்த കല്ലറയെ യേശുവിനായി കൊടുക്കുറാൻ. നിക്കോദിമോസ് എന്ന തന്റെ രഹസ്യ ശിഷ്യൻ അക്കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരുവനെ അടക്കും പോലെ അതിനാവശ്യമാർന്ന തുണിയും സുഗന്ധ വസ്തുക്കളുമായി വരികയാണ്. നിക്കോദിമോസ് എன்கிறதான அவருடைய രഹസ്യ ശിഷ്യൻ அந்த நாட்களில் மிகவும் பணக்காரர்களை அடக்கம் பண்ணுகின்ற வேளையில் எப்படியாக விலையேறப்பெற்றான பொருட்களை அதற்காக செலவிடுவார்களோ கொடுப்பார்களோ அதற்கேற்றான சுகந்த வர்க்கங்களையும் காணிக்கைகளையும் வஸ்திரங்களையும் கொடுக்கிறான். സുഗന്ധ വസ്തുക്കൾ മുക്കിയ വസ്ത്രത്തിൽ ശവശരീരം ചുറ്റിയെടുത്തു. സുഗന്ധവർക്കം ഉള്ളതാനെ அந்த பொருளை இந்த வஸ்திரத்திலே தேய்த்த வண்ணமாக அதனை இவருடைய சரீரத்தில் சுற்றினார்கள். ഈ അരിമയക്കാരനായ ജോസഫ് ഔദാര്യമായി കൊടുത്ത ശവകുടീരത്തിൽ രക്ഷകന്റെ ശരീരം വെച്ചു. അരിമത്യ ഊരനാകിയ യോസേപ്പ് ഇലവസമായി കൊടുത്താണ് அந்த കല്ലറയിൽ ഇവരുടെ ശരീരം വയ്ക്കപ്പെട്ടത്. 6 ദിവസം കൊണ്ട് വേല തികച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. വേദാഗമത്തിൽ നാം വാസിക്കുന്നതും 6 നാட்களிൽ ക്രിയ ചെയ്തു മുടിത്താർ 7ാவது നാളിൽ ഓയ്തിരുന്നാർ. നമ്മുടെ കർത്താവായ യേശു 6-ാം ദിനത്തിൽ പറഞ്ഞു സകലതും നിവൃത്തിയായി എന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 6ാം നാളിൽ சொன்னார் എല്ലാം മുടിയുന്നത്. ബൈബിളിൽ 2 പ്രാവശ്യം ആ വാക്കെടുത്ത് എഴുതിയിട്ടുണ്ട്. വേദാഗമത്തിലെ 2 സന്ദർഭങ്ങളിൽ இந்த വാർത്ത എഴുതപ്പെട്ടുള്ളത്. സകലം സൃഷ്ടിച്ചുണ്ടാക്കിയ ജ്ഞാനിയായ ദൈവം 6-ാം ദിവസത്തിൽ പറഞ്ഞു സകലതും നിവൃത്തിയായി എന്ന്. എല്ലാവற்றையும் സൃഷ്ടിத்து உருவாக்கின ஞானியாகிய தேவன் 6 നാட்களில் உருவாக்கின பிறகு சொல்லுகின்றார் എല്ലാം நிறைவேறிற்று. പാപത്താൽ വീണുപോയ മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണ പ്രവർത്തികളെ തികച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ 6-ാം ദിവസം പറഞ്ഞു പിതാവേ ഉദ്ധാരണത്തിനുള്ള സകലതും നിവൃത്തിയായി എന്ന്. പാപത്തിൽ വീഴ്ന്നുവിട്ടതാണ് മനുവரை மீட்டுக் கொள்ளும்படியாக தேவையான அத்தனை காரியங்களும் நிறைவேற்றின பிறகு நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்து இதோ சொல்லுகின்றார் பிதாவே എല്ലാം മുടിയുന്നത്. 7-ാം ദിവസം പിതാവായ ദൈവം സ്വസ്ഥമായിരുന്നത് പോലെ 6 ദിവസം കൊണ്ട് സകലതും നിവർത്തിച്ച മശിഹ ശവക്കല്ലറയിൽ 7-ാം ദിനം സ്വസ്ഥമായിരുന്നു. 7ാவது നാളിൽ എല്ലാവற்றையும் சிருஷ்டித்தவராகிய சர்வவல்ல தேவன் ஓய்ந்திருந்ததை போல இதோ நம்முடைய மீட்பராகிய இயேசு கிறிஸ்து 7ாவது നാളിലെ இந்த കല്ലറയിൽ ഓய்வெடுத்தார். അവന്റെ ക്രൂശ് മരണം ഒരു വെള്ളിയാഴ്ച ദിനമായിരുന്നു. അവരുടെ സിലുവ മരണം ഒരു വെള്ളിക്കിഴമയിൽ നടന്നത്. അടുത്ത ദിവസം ശബത്ത് ദിവസമാണ് ശനിയാഴ്ച. അത് വിശുദ്ധ ദിനം. ആ ദിനത്തിൽ അവന്റെ ശവശരീരം കല്ലറയിൽ വിശ്രമിച്ചു. അടുത്ത നാൾ ശനിക്കിഴமை அது ஓய்வு நாள், அது பரிசுத்த நாள். அந்த நாளிலே அந்த கல்லறைக்குள்ளாக தன்னுடைய சரீரம் ஓய்வெடுத்தது. ആ കല്ലറയ്ക്കുള്ളിൽ ശവശരീരം ഇരിക്കുമ്പോൾ அந்த கல்லறைக்குள்ளே இவருடைய சரீரம் இருந்தபோது യഹൂദാജാതി ഭയപ്പെട്ടു വിറയ്ക്കുവാൻ തുടങ്ങി. யூதர்கள் பயந்து நடுங்கத் தொடங்கினார்கள். ഇവൻ ഒരു സാധാരണ
സാധാരണ മനുഷ്യനല്ല. ഇവർ ഒരു സാധാരണ മനുഷ്യൻ അല്ല. ഇവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അവ കേട്ടു അനുസരിച്ചതാണ്. ഇവർ കാറ്റെയും കടലെയും അതട്ടിന പോത് അവിടെ വാർത്തയ്ക്ക് ചെവിസായി അവകൾ കീഴ്പ്പടിന്തன. ഇവന്റെ വാക്കിന്റെ മുമ്പിൽ മൃത്യു തലകുനിച്ചു നിന്നതാണ്. ഇവിടെ വാർത്തയ്ക്ക് മുന്നാകെ മരണം കീഴ്പ്പടിந்து നിന്നത്. ഇവൻ കുഷ്ഠരോഗിയെ ശുദ്ധപ്പെടുത്തുകയും മുടന്തനെ നടത്തുകയും ചെയ്തവനാണ്. ഇവർ കുഷ്ഠരോഗിയെ സ്വസ്ഥമാക്കുവാൻ ചെപ്പാണിയെ നടക്കപ്പെടുന്നവർ. ജനമെല്ലാം ഇവന്റെ പിന്നിലാണെന്നുള്ളത് അവർക്കറിയാമായിരുന്നു. ജനമെല്ലാം ഇവരെ പിൻപറ്റി വരുகின்றார்கள். இந்த உண்மை அவர்கள் புறப்பட்டார்கள். അതിനുശേഷം യഹൂദന്മാർ ഏറ്റവും ഭയപ്പെടാൻ തുടങ്ങി. அதனைத் தொடர்ந்து யூதர்கள் மிகவும் நடுங்கினார்கள். അവർ അന്നത്തെ കൈസറുടെ അടുക്കലേക്ക് പോയി. അന്ന് ആட்சி ചെയ്തതാനെ രായനെ സമീപിത്താர்கள். അവനോട് ആവശ്യപ്പെട്ടു, ഈ കല്ലറയ്ക്ക് കാവൽ നിർത്തണമേ. അവിടത്തിലെ വേണ്ടിക്കൊണ്ടാர்கள் இந்த കല്ലറയ്ക്ക് പാതുകാവൽ നിയമനം பண்ண வேண்டும். അവരിങ്ങനെയാണ് പറഞ്ഞത്, അവന്റെ ശിഷ്യന്മാർ ചിലപ്പോൾ ശവം മോഷ്ടിച്ചുകൊണ്ട് പോകും. அதற்குள்ள காரணத்தை இவ்வாறாக சொன்னார்கள். சில வேளை அவருடைய சீஷர்கள் வந்து இந்த சடலத்தை திருடிக்கொண்டு செல்லுவார்கள். ആകയാൽ റോമൻ കൈസർ കൽപ്പിച്ചുവിട്ട പടയാളികൾ അവിടെ നിൽക്കേണ്ടി വന്നു. ആയ രോമരായനാൽ നിയമിക്കപ്പെട്ടാണ് പോർ ചേവர்கள் அங்கே பாதுகாவலுக்காக நியமிக்கப்பட்டார்கள். നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ പരിശുദ്ധ ശരീരം അവിടെ വിശ്രമിക്കുകയാണ്. അവിടെ തുതിക്ക് പാത്രമായിരുന്നവനെ മീட்பருடைய പരിശുദ്ധ ശരീരം ഇതോ അங்கே ഓய்வெடுத்தது. ആ കല്ലറ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നു. அந்த கல்லறையின் வாசலில் ஒரு கல்லை உருட்டி അവിടെ வைத்தார்கள். റോമൻ സൈനാധിപന്റെ ഒരു മുദ്ര കുത്തിയിട്ടുണ്ട്. റോമ அரசாங்கத்தினுடைய சேனையுடைய முத்திரை பொறிக்கப்பட்டது. അവിടെ 3 സെക്ഷൻ കാവൽക്കാർ കാവൽ നിൽക്കുകയാണ്. அங்கே 3 பிரிவை சார்ந்தான காவலாளிகள் பாதுகாவலுக்கு நியமிக்கப்பட்டார்கள். ഒന്നാമതായി യഹൂദന്മാരുടെ പള്ളി പോലീസ് അവിടെ കാവൽ നിൽക്കുന്നു. முதலாவதாக யூதர்களுடைய தேவாலயத்தினுடைய காவலர்கள் நியமிக்கப்பட்டார்கள். രണ്ടാമത് റോമന്റെ ശക്തരായ സൈനികർ അവിടെ കാവൽ നിൽക്കുന്നു. இரண்டாம் அடுக்காக ரோமருடைய பராக்கிரமசாலிகளாகிய போர் சேவர்கள் அங்கே காவலுக்கு நியமிக்கப்பட்டார்கள். മൂന്നാമതായി സ്വർഗീയ സൈന്യത്തിന്റെ അധിപതിയായ മീഖായേലും അവന്റെ സൈന്യവും അതിന് കാവൽ നിൽക്കുന്നു. மூன்றாவதாக பரலோகத்தின் சேனையுடைய தளபதியாக மிகாவேலும் அவனை சார்ந்தான போர் சேவர்களும் அங்கே காவலுக்கு സമയങ്ങൾ മുൻപോട്ട് കടന്നുപോയി. நேரம் தாண்டியது. കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു. கர்த்தராகிய இயேசு கிறிஸ்து சீஷரெல்லாம் ஓடி ஒளிந்தார்கள். അവരെല്ലാം ഏറ്റവും വ്യാകുലരായി പോയി. அவர்களெல்லாம் கவலை மூண்டவர்களானார்கள். മശിഹായുടെ മരണം അവർ കാണേണ്ടി വന്നല്ലോ. மீட்பருடைய மரணத்தை அவர்கள் காண நேர்ந்தது. അവരുടെ പ്രതീക്ഷകളെല്ലാം അച്ചുപോയല്ലോ. தங்களுடைய நம்பிக்கையெல்லாம் அஸ்தமித்தது. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനമായി ஆனால் வாரத்தின் முதலாம் நாளிலே നമ്മുടെ കർത്താവായ യേശുവിന്റെ ഉയർപ്പിന്റെ നിമിഷങ്ങളായി. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் உயிர்த்தெழுந்த நிமிடங்கள் வந்தன. ഇതാ നീതിയുള്ള പിതാവിന്റെ ശബ്ദം അവനെ വിളിക്കുന്നു. இதோ நீதியுள்ள பிதாவின் சத்தம் அவரை அழைக்கிறது. നമ്മുടെ കർത്താവായ യേശു മരണം വിട്ട് ഉയർത്തു വന്നു. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து மரணத்திலிருந்து எழும்பி வந்தார். അവന്റെ മുൻപിലുണ്ടായിരുന്ന കല്ലറയിലെ വാതിക്കലിരുന്ന കല്ല് ഉരുണ്ട് മാറിപ്പോകുകയാണ്. அவர் அடைக்கப்பட்டதான கல்லறையின் மேல் அடைத்து வைத்திருந்தான கல் இதோ உருண்டு போகிறது. ഒരു ദൂതൻ അത് ഉരുട്ടി മാറ്റി അതിന്റെ മേൽ ഇരിക്കുന്നു. ஒரு தூதனை உருட்டி மாற்றி அதிலே வீற்றிருக்கிறார். യേശു മരണം വിട്ട് ഉയർത്തിയിരിക്കുന്നു. இயேசு மரணத்தை விட்டு உயிரோடு எழும்பி പാതാളത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. பாதாளத்தினால் அவரை கட்டுப்படுத்தி வைக்க അവൻ അതിശക്തിയോടെ ഉയർത്തു വരികയാണ്. அவர் வல்லமையோடு எழும்பி வருகின்றார். ജയശാലിയായി, ஜெயம் பெற்றவராக, പാതാളത്തെ ജയിച്ചവനായി, பாதாளத்தை மேற்கொண்டவராக, മരണത്തെ ജയിച്ചവനായി, மரணத்தின் மேல் வெற்றி கொண்டவராக, ആകാശത്തിന്റെ കീഴേ வானத்தின் கீழே ഭൂമിക്ക് മുകളിൽ பூமிக்கு மேலே ഉയർത്തു വന്ന ഒരുവനുണ്ടെങ്കിൽ உயிர்த்தெழுந்த ஒருவர் உண்டு അത് என்றால் നസ്രേനായ യേശുവാണ്. அது நசரேயனாகிய இயேசு கிறிஸ்து மட்டுமே. യേശു ഉയർത്തെഴുന്നേറ്റു. இயேசு உயிர்த்தெழும்பினார். റോമൻ പടയാളികൾ ഓടി ഒളിച്ചു. ரொம்ப போர் சேவர்கள் ஓடி ஒளிந்து കർത്താവ് கொண்டார்கள். പറയുന്നു, கர்த்தர் சொல்லுகின்றார், ഞാൻ മരിച്ചവനായിരുന്നു, நான் மரித்தவனாயிருந்தேன், എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. ஆனால் இப்போது உயிரோடு இருக்கிறேன். അവൻ ഉയർത്തു വന്നിരിക്കുന്നു. அவர் உயிரோடு எழும்பி இருக்கிறார். സാത്താനെയും சாத்தானையும் പാതാളത്തെയും பாதாளத்தை എതിർ ക്രിസ്തുവിനെയും அந்தி கிறிஸ்துவையும் ചവിട്ടി മെതിപ്പാൻ തക്കവണ്ണം மிதித்து போடும்படியாக ശക്തിയുള്ള കാലുകളോടെ, வல்லமையுள்ள பாதங்களோடு, സൂര്യനെ കവിയുന്ന പ്രഭയോടെ, சூரியனை மிஞ்சுகின்றான மாட்சிமையோடு, ഒരു കയ്യിൽ വിശുദ്ധമായ നക്ഷത്രങ്ങളുള്ളവനായി கரத்துணை பரிசுத்த நட்சத்திரங்களை ஏந்திரவராக അവനെ യോഹന്നാൻ പത്മോസിൽ കാണുകയാണ്. இப்படியாக யோவானவரை பத்மதீவில் காண்கிறார். അവൻ മരണം വിട്ട് ഉയർത്തിരിക്കുന്നു. அவர் மரணத்திலிருந்து எழும்பி இருக்கிறார். അതിരാവിലെ മറിയ കല്ലറയ്ക്കലേക്ക് പോയി. அதிகாலையில் மரியாள் கல்லறைக்கு சென்றார். വ്യാകുലപ്പെട്ട മനസ്സോടെ അവൾ കല്ലറയിലെത്തി. வியாகுலம் உண்டவளாக
நேராக கல்லறை சமீபிக்கின்றாள். എന്നാൽ കല്ലറ തുറന്നു കിടക്കുന്ന അവൾ കണ്ടു. ஆனால் இதோ கல்லறை திறவுண்டு അവൾ கிடப்பதை വ്യാകുലപ്പെട്ട് കരയുവാൻ തുടങ്ങി. வியாகுலப்பட்டவள் அழத் தொடங்கினாள். യേശുവിന്റെ ശിഷ്യന്മാരോട് അവൾ പോയി അത് അറിയിച്ചു. இயேசுவின் சீஷர்களுக்கு இந்த விஷயத்தை சொன்னாள். അവർ വന്നു നോക്കി. அவர்களும் வந்து பார்த்தார்கள். യേശു പറഞ്ഞതുപോലെ ഉയർത്തു എന്ന് അവർ പറഞ്ഞു മടങ്ങിപ്പോയി. இயேசு சொன்ன வண்ணமாகவே உயிரோடு எழும்பினார் என்று அவர்களும் சொல்லி திரும்பினார்கள். എന്നാൽ മറിയം പോയില്ല. ஆனால் மரியாள் செல்லவில்லை. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. அவள் അழுது கொண்டு அங்கே പിന്നിൽ இருந்தாள். നിന്നൊരു ശബ്ദം കേൾക്കുന്നു. பின்னால் ஒரு சத்தம் கேட்கிறது. സ്ത്രീയെ നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ஸ்திரீயே யாரை தேடுகிறாய்? നീ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? நீ எதற்காக அழுகிறாய்? ലോകത്തിൽ അനേകം മഹാന്മാർ വന്നിട്ടുണ്ട്. உலகத்தில் அநேக சீமான்கள் வந்திருக்கின்றார்கள். അവരുടെ ജീവിതം മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. அவர்களுடைய வாழ்க்கையானது மனிதனுடைய உள்ளத்தினை பற்றிக் கொண்டது. അവർ ലോക ചരിത്രത്തിന് സാക്ഷികളായി ഭൂമിയിൽ നിലനിൽക്കുകയാണ്. உலகத்தின் சரித்திரத்தினை சாட்சியங்களாக பூமியில் இன்றைக்கு എന്നാൽ അവരുടെ வைத்திருக்கிறார்கள். കല്ലറകളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. ஆனால் இன்றைக்கு அவருடைய கல்லறைகள் அடைக்கப்பட்டு கிடக்கின்றன. മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. பெரும் சீமானுடைய கல்லறைகள் அடைக்கப்பட்டு கிடக்கின்றன. രാജാക്കന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. ராஜாக்களுடைய கல்லறைகள் அடைக்கப்பட்டு கிடக்கின்றன. ലോകം മഹാനെണ്ണിയ പലരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. உலகத்துறை பெருமைக்குரியவர்கள் எண்ணப்பட்ட அநேகருடைய கல்லறைகள் அடைக்கப்பட்டு கிடக்கின்றன. എന്നാൽ നസ്രേനായ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. ஆனால் நசரேயனாகிய இயேசு கிறிஸ்துவின் கல்லறையோ திறந்து கிடக்கிறது. ദൂതൻ ഇങ്ങനെ പറയുന്നു, தூதன் விதமாக சொல்லுகிறான், വന്നു കാണുവീൻ, வந்து காண்பீர்கள், അവന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. அவருடைய கல்லறை திறவுண்டு கிடக்கிறது. അവൻ ഇവിടെ ഇല്ല, அவர் இங்கே இல்லை. അവൻ മരണം വിട്ട് ഉയർത്തിരിക്കുന്നു. மரணத்திலிருந்து உயிரோடு നമ്മുടെ எழும்பியிருக்கிறார். യേശു ഉയർത്തിരിക്കുന്നു. இயேசு உயிரோடு അവൻ எழும்பியிருக்கிறார். രാജാവായി ഉയർത്തിരിക്കുന്നു. ராஜாவாக അവൻ எழும்பியிருக்கிறார். മഹിമയോടെ ഉയർത്തിരിക്കുന്നു. மகிமையோடு எழும்பியிருக்கிறார். അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം. இதுவே கிறிஸ்தவத்துடைய மகிமை. യേശുവിന്റെ മാർഗം അത് ഉയർത്ത മാർഗമാണ്. இயேசுடைய வழி உயிர்ப்புடைய வழி. അത് മനുഷ്യനെ ഉയർപ്പിക്കുന്ന മാർഗമാണ്. அது மனிதனை உயிரோடு எழுப்புகின்ற பாதை. നമ്മുടെ കർത്താവായ യേശു മരണം വിട്ട് ഉയർത്തു. கர்த்தராகிய இயேசு கிறிஸ்து மரணத்திலிருந்து எழும்பினார். അവൻ പല ഘട്ടങ്ങളിലായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. பல சந்தர்ப்பங்களிலாக சீஷர்களுக்கு வெளிப்பட்டார். അവൻ ഈ ഭൂമിയിൽ തന്റെ ദൗത്യങ്ങൾ തികച്ചു. இந்த பூமியிலே தம்முடைய கடமைகளை நிறைவேற்றினார். അവൻ അനന്തരം ശിഷ്യന്മാരെ സുവിശേഷത്തിന്റെ ദൗത്യം ഏൽപ്പിച്ചു. அதற்கு பிறகு சீஷரிடத்திலே ஊழியத்துடைய பொறுப்பை ஒப்படைத்தார். അവൻ ഒലിമലയിൽ നിന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. அவர் ஒலிமலையிலிருந்து பிதாவிடத்திற்கு അവൻ எடுத்துக்கொள்ளப்பட்டார். നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ அவர் நித்தியத்துக்கு சென்ற வேளையில் സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായി. பரலோகத்திலே பெரிய ஆனந்தம் வந்தது. ഒരു വലിയ രാജ്യത്തെ ആക്രമിച്ച് ஒரு பெரிய ராஜ்யத்தை கீழ்ப்படுத்தி, ആ രാജാവിനെ കീഴ്പ്പെടുത്തി, அந்த ராஜாவை கீழ்ப்படுத்தி, ആ രാജ്യത്തെ കൊള്ളയിട്ട് அந்த ராஜ்யத்தை கொள்ளையடித்து മടങ്ങി വരുമ്പോൾ திரும்பி வருகின்ற வேளையில் ആ യുദ്ധ സൈന്യത്തെയും அந்த போர் சேவர்களை, ആ സൈനികരെയും அந்த சேனை வீரர்களை, രാജ്യസ്നേഹികൾ പോയി ആഹ്വാനം ചെയ്ത് സ്നേഹത്തോടെ കൊണ്ടുവരും പോലെ தேசத்தை நேசிக்கிறவர்கள் போய் வணங்கி ஏற்றுக்கொண்டு வருவதை போல നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ചെന്നു. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து பரத்துக்கு സ്വർഗീയ சென்றார். ദൂതന്മാർ ആർത്തു വിളിച്ചു. பரத்தின் தூதர்கள் ஆர்ப்பரித்தார்கள். പണ്ടേയുള്ള വാതിലുകൾ എഴുന്നേറ്റ് നിന്നു. இந்த பரலோகத்தின் வாசல்கள் திறந்து கிடந்தன. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായി. பரலோகத்திலே மிகுந்த ஆனந்தம் അവർ உண்டாயிற்று. തമ്മിൽ തമ്മിൽ പാടുവാൻ തുടങ്ങി. அவர்கள் ஒருவருக்கொருவர் பேசத் தொடங்கினார்கள். പണ്ടേയുള്ള വാതിലുകളെ, പണ്ടേയുള്ള വാതിലുകളെ, புராதன நாட்களின் வாசல்களே, നിങ്ങൾ ഉണർന്നിരിപ്പീ. நீங்கள் விழித்து எழும்புங்கள். മഹത്വത്തിന്റെ രാജാവ് വരുന്നു. மகிமையின் ராஜா வருகிறார். അവൻ ആരാണോ? யார் இந்த ராஜா? അവൻ വീരനായ ദൈവം. அவர் வீரராகிய தேவன். സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായി. பரலோகத்திலே மிகுந்த மகிழ்ச்சி നമ്മുടെ ஏற்பட்டது. കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോയി. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து பரத்துக்கு അവൻ சென்றார். സ്വർഗത്തിൽ പോയതൊരു രാജാവിനെ പോലെയാണ്. ஒரு ராஜாவாகவே பரத்துக்கு சென்றார். സ്വർഗീയ ദൂതന്മാർ ആർത്തുപാടി. பரத்தின் தூதர்கள் ஆர்ப்பரித்து பாடினார்கள். മൂപ്പന്മാർ സിംഹാസനം വിട്ട് എഴുന്നേറ്റു. தூதர்கள் சிங்காசனத்தில் எழும்பினார்கள். ഭൂതഗണങ്ങൾ തമ്മിൽ പാടുകയാണ്. தூத சேனையினர் ஒருவருக்கொருவர் பாடுகிறார்கள். പണ്ടേയുള്ള വാതിലുകളെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. பூர்வ நாட்களின் வாசல்களை எழும்புவீர்களாக. നിങ്ങൾ ഉണർന്നിരിപ്പീൻ. நீங்கள் விழித்து எழும்புங்கள். മഹത്വത്തിന്റെ രാജാവ് വരുന്നു. மகிமையின் ராஜா வருகின்றார். മറുഭാഗത്ത് നിന്നൊരു ചോദ്യം, மறுபகுதியில் ஒரு விநாயகர். ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? யார் இந்த மகிமையின் ராஜா? അത്
വീരനായ ദൈവം, அது பராக்கிரமசாலியாகிய தேவனே, പാപത്തിന് പരിഹാരം വരുത്തിയവൻ, பாவத்துக்கு பரிகாரத்தை உண்டாக்கினவர், സാത്താന്റെ ആയുധങ്ങൾ വെച്ചവനെ കീഴടക്കിയവൻ, சாத்தானுடைய ஆயுதங்களை கீழடக்கியவரை പാതാളത്തെ ജയിച്ചവൻ, பாதாளத்தை மேற்கொண்டவர், മരണത്തെ ജയിച്ചവൻ, மரணத்தை வென்றவர், തന്റെ ദൗത്യം തികച്ചവൻ, தம்முடைய கடமையை பூர்த்தி செய்தவர், ശത്രു സാമ്രാജ്യത്തെ കൊള്ളയിട്ടവൻ, சத்து சாம்ராஜ்யத்தை கொள்ளை அடித்தவர், പഴയ നിയമ ഭക്തന്മാർക്ക് വിടുതൽ കൊടുത്തവൻ, பழைய ஏற்பாட்டு பரிசுத்தவான்களுக்கு விடுதலை അവൻ கட்டளையிட்டவர், സ്വർഗത്തിലേക്ക് പോയി. அவர் பரத்துக்கு ஏறி சென்றார். ഇന്ന് അവൻ സ്വർഗത്തിലാണ്. இன்றைக்கு அவர் பரலோகத்தில் இருக்கிறார். സ്വർഗത്തിലെത്തി അവന് பரலோகத்தில் சேர்ந்த அவர் നീതിയുള്ള പിതാവ് അവന് രാജ്യത്വം കൊടുത്തു. நீதியுள்ள பிதாவிற்கு ராஜ்யத்தை கொடுத்தார். ഇത് വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ പറഞ്ഞിരുന്നു. ஆண்டுகளுக்கு முன்னதாகவே வேதாகமம் முன்னுரைத்தது. യേശു ജനിക്കുന്നതിന് இயேசுடைய பிறப்புக்கு 1000 വർഷങ്ങൾക്ക് മുൻപ് 1000 வருடங்களுக்கு முன்னதாக ഇസ്രായേൽ രാജാവായ ദാവീദ് ഇങ്ങനെ പ്രവചിച്ചു. இஸ்ரவேல் ஆளுகை செய்ததாக தாவீது ராஜா விதமாக தீர்க்கதரிசனம் നീ உரைத்தார். ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് പോയി. வேறு சிறுமைப்பட்டவர்களை பிடித்து உயரத்துக்கு ஏறி നീ சென்றீர். മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. வேறு மனிதனுக்கு ஈவுகளை கொடுத்தீர். നാം ദൈവത്തിങ്കിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകാം? எவ்விதமாக நாம் தேவனண்டைக்கு திரும்பிச் செல்ல முடியும்? അതിൽ ഒന്നാമത് നമുക്ക് ആവശ്യം ദൈവ കൃപയാണ്. அதற்கு முதலாவதாக தேவையாக இருப்பது தேவ கிருபை. രണ്ടാമത് നമുക്ക് ആവശ്യം യേശുവിന്റെ രക്തമാണ്. இரண்டாவதாக தேவையாக இருப்பது இயேசுவின் இரத்தமே. മൂന്നാമതായി നമുക്ക് ആവശ്യം സ്വർഗീയ ദാനങ്ങളാണ്. மூன்றாவதாக நமக்கு தேவையாக இருப்பது பரத்தின் ஈவுகள். നാലാമത് നമുക്ക് ആവശ്യം ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ്. நான்காவது தேவை கிறிஸ்துவின் ஆசாரியத்துவம். ഇവ നാലും കൂടെ ചേർന്നാണ് നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. இந்த நான்கும் சேர்ந்துதான் நம்மை நித்தியத்திலே கொண்டு ഇന്ന് சேர்க்கிறது. രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് സ്വർഗീയ ദാനങ്ങളെ കുറിച്ചാണ്. இன்றைக்கு ராத்திரி நாம் பரலோகத்தின் ஈவுகளை குறித்து எண்ணி பார்ப்போம். ഇന്ന് നമ്മുടെ രാജ്യത്തേക്ക് തന്നെ നാം നോക്കിയാൽ நாம் இந்த தேசத்தை ஆராய்ந்து பார்த்தால் നമ്മുടെ ഭാരതത്തിന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിനമുണ്ട്. நம்முடைய இந்தியா தேசம் ஆங்கிலேய கரத்திலிருந்து விடுதலை பெற்ற ஒரு நாள் இருந்தது. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ്. அது சுதந்திரத்தினுடைய நாள். ആ ദിനത്തിൽ രാജ്യസ്നേഹികളെ അനുമോദിക്കാറുണ്ട്. அந்த நாளிலே தேசப்பற்றுடையவர்களை கனப்படுத்துவதுண்டு. രാജ്യത്തിലെ സുരക്ഷാ ഓഫീസർമാരെ, தேசத்திலே போர் செய்வர்களாகிய உயர் அதிகாரிகளை, നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, காவல்துறையுடைய மிகவும் உத்தமமாக பணியாற்றியவர்களை, രാജ്യത്തിന്റെ സമാധാനത്തിനായി പ്രവർത്തിച്ചിട്ടുള്ളവരെ, தேசத்துடைய சமாதானத்திற்காக கிரியை செய்தவர்களை, രാജ്യത്തിന്റെ നന്മയ്ക്കായി കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞന്മാരെ, தேசத்துடைய மேம்பாட்டுக்காக கண்டுபிடித்து நடத்துதானே விஞ்ஞானிகளை, അവരെല്ലാം അനുമോദിക്കുന്ന ദിനമാണത്. இவர்களை எல்லாம் கனப்படுத்துகின்ற நாள் அது. രാജ്യത്തിലെ ഉന്നതനായ പ്രസിഡന്റ് അവർക്ക് അവാർഡുകളെ കൊടുക്കാറുണ്ട്. தேசத்திலே உயர்ந்த பதவியில் வைக்கிறதானே ஜனாதிபதி இவர்களுக்காக சമ്മാനங்களை கொடுப்பதுண்டு. അത് കേവലം ഭൂമിയിൽ മാത്രമുള്ള കാര്യമല്ല, அது பூமியில் நடைபெறுகின்ற விஷயம் மட்டுமல்ல, സ്വർഗത്തിലും അതേ കാര്യമുണ്ട്. பரலோகத்திலும் இவ்வாறாகவே நடைபெறுகின்றது. ഇന്ന് നാം പേർഷ്യൻ നാടുകളിലേക്ക് നോക്കിയാൽ வளைகுடா நாடுகளை இன்றைக்கு கவனித்து பார்த்தால் അവിടെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. அங்கெல்லாம் இப்படிப்பட்டதான காரியங்கள் நடைபெற்று வருகின்றன. ഒരു പുതിയ രാജാവ് രാജ്യത്വമേൽക്കുമ്പോൾ ஒரு புது ராஜா சிங்காசனத்துக்கு வருகின்ற வேளை അവർ രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. இரண்டு காரியங்கள் நடப்பிக்கப்படுகின்றன. ഏറിയ വർഷം തടവിൽ കിടക്കുന്ന തടവുകാരെ വിട്ടയക്കും. நீடி ஆண்டுகளாக சிறைக்குள்ளாக இருந்தான கைதிகள் விடுதலை செய்யப்படுவார்கள். രണ്ടാമത് അവർ സിംഹാസനത്തിന് അവകാശിയാകുമ്പോൾ രാജ്യസ്നേഹികൾക്ക് അവർ ദാനങ്ങളെ കൊടുക്കും. இரண்டாவதாக சிங்காசனத்துக்கு அவர்கள் வாரிசாக வருகின்ற வேளையில் இந்த தேசத்தில் உள்ளவர்களுக்கு ஈவுகளை சன்மானங்களை கொடுப்பார்கள். ഇത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? இதை எங்கிருந்து துவக்கமாயிற்று? ഇത് സ്വർഗത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. பரலோகத்திலிருந்து கண்டிவர்கள் பாவித்து നമ്മുടെ வருகின்றார்கள். യേശു സ്വർഗത്തിലേക്ക് പോയി. இயேசு பரத்துக்கு ஏறி சென்றார். ദാവീദ് അത് കണ്ടിട്ട് പറയുന്നു, தாவீதை கண்டுகொண்டு അവൻ சொல்லுகிறார், ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി, சிறைப்பட்டவர்களை அவர் சிறைப்படுத்தி வானத்துக்கு ஏறி അവൻ சென்றார். മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. மனிதருக்கு ஈவுகளை கொடுத்தார். വിശുദ്ധ പൗലോസ്ലീഹ പിന്നീട് ആ വാക്ക് എടുത്തെഴുതി. பரிசுத்த பவுல் மறுபடியுமாக இந்த வாக்கியத்தை எடுத்துரைக்கின்றார். അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി എന്നതിനാൽ அடிமைப்பட்டவர்களை அவர் எடுத்துக்கொண்டு வானத்துக்கு ஏறி சென்றார் என்று சொல்லுகிறார். അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? அவர் பூமியின் தாழ்விடங்களுக்கு இறங்கி சென்றார் என்றல்லவோ அர்த்தம்.
ആകയാൽ പാതാളത്തോളം ഇറങ്ങിയവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. ஆகையால் பாதாளத்துக்கு இறங்கி சென்றவன் வானத்துக்கு ஏறி சென்றார். 68 സങ്കീർത്തനത്തിന്റെ 18 വാക്യത്തിലും 68 സംഗീതം 18 വസനത്തിലും എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 8 വാക്യത്തിലും എഫേസ്യർ 4 അധികാരം 8 വസനത്തിലും ഒരേ വാക്ക് തന്നെ നമുക്ക് കാണാം. ഒരേ വസനത്തെ നാം കാണ முடியும். ഇത് പൗലോസിന്റെ വാക്കല്ല, இது പൗലുடைய വാർത്തയല്ല. പൗലോസ് ആ വാക്ക് എടുത്തെഴുതിയിരിക്കുകയാണ്. പൗലുடைய അറുതനെ മറുപടിയും എടുത്ത് എഴുതിയിരിക്കുകയാണ്. യേശു സിയോനിലേക്ക് പോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിയോനുക്ക് ചെന്നാർ. ഇന്നവൻ സിയോനിൽ രാജാവാണ്. ഇന്നേക്ക് അവർ സിയോനിൽ രാജാവാக അവന്റെ വീற்றிருக்கிறார். കയ്യിൽ ബദ്ധന്മാരുണ്ടായിരുന്നു. അവരുടെ കരത്തുണை சிறைப்பட்டவர்கள் இருந்தார்கள். അവൻ അവിടെ പോയി രാജ്യത്വമേറ്റു. അവർ അങ്ങേ പോയി രാജപീഠத்துக்கு ഏറിனார். പിതാവ് അവനൊരു സിംഹാസനം കൊടുത്തു. അവർക്ക് ഒരു സിംഹാസനത്തെ കൊടുത്താർ. അവർ രാജ്യത്വമേറ്റപ്പോൾ അവർ அரசாட்சிக்கு வந்த வேளையில் അവൻ പരിശുദ്ധ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. പരിശുദ്ധ സഭയ്ക്ക് അവർ ഈവുകളെ കൊടുത്താർ. നാം ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുവാൻ, നാം ദേവനിടത്തിൽ തിരുമ്പുമ്പടി നമുക്ക് യേശു മുഖാന്തരമുള്ള ദാനങ്ങൾ ആവശ്യമാണ്. യേശു മൂലமாக கிடைக்கிற தானம் ஈவுகள் நமக்கு மிக தேவை. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വേദാഗമത്തെ പുരട്ടി பார்ப்பவென்றால் ദൈവിക ദാനങ്ങളുടെ ഒരു നിര നമുക്ക് കാണാം. ദൈവിക ഈവുകളുടെ ഒരു பெரிய അട്ടമണയെ കാൺகிறோம். യേശു രാജാവായി, യേശു രാജാവാக അവൻ രാജാവായി തീർന്നപ്പോൾ രാജാവാக അരിയണക്കേറിന വേളയിൽ അവൻ സഭയ്ക്ക്, പരിശുദ്ധ സഭയ്ക്ക് ദാനങ്ങളെ കൊടുക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ സഭയ്ക്ക് ഈവുകളെ കൊടുത്താർ. ആ ചില ദാനങ്ങൾ ഇന്ന് നാം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. அந்த ஈவுகளில் சிலவற்றை நாம் இந்த நாட்களில் கைக்கொண்டிருக்கின்றோம். ഇനി ചില ദാനങ്ങൾ നിത്യതയിൽ നാം പ്രാപിക്കാൻ പോകുകയാണ്. இன்னும் சில ஈவுகளை நித்தியத்தில் நாம் பெற்றுக்கொள்ள போகிறோம். എന്താണ് ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ? ഭൂമിയിലെ ദൈവം നമുക്ക് കൊടുത്തതാണ് ഈവുകൾ യാവൈ? വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ വരുമ്പോൾ വെളിപ്പെടുത്തൽ വിശേഷം 7 അധികാരം 10 വസനത്തിലേക്ക് വരുന്ന വേളയിൽ ദൈവ സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം ധ്വനിക്കുന്നു. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷിപ്പ് ദൈവത്തിന്റെ ഈവായിരിക്കുന്നു. നമ്മുടെ യേശു രാജാവായപ്പോൾ, യേശു ക്രിസ്തു രാജാവായി മാറിയ അവൻ സിയോനിൽ രാജാവായി തീർന്നപ്പോൾ, അവർ സിയോനിൽ രാജാവായി മാറിയ വേളയിൽ അവൻ പരിശുദ്ധ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. അവർ പരിശുദ്ധ സഭയ്ക്ക് ഈവുകളെ കൊടുത്താർ. പ്രിയ ദൈവ പൈതലേ, അരുമയാന ദൈവത്തിന്റെ പിള്ളയെ, നിനക്ക് മടങ്ങി ദൈവത്തിങ്കിലേക്ക് പോകാം. നാം തിരുമ്പി ദൈവത്തിൽ ചെല്ലുவோம். അതിന് യേശു നിനക്ക് ദാനങ്ങളെ തന്നിരിക്കുന്നു. அதற்காக യേശു உனக்கு ஈவுகளை தந்திருக்கிறார். രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷിപ്പ് ദൈവത്തിന്റെ ഈവാக இருக்கிறது. എന്താണ് രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം? രക്ഷിപ്പിന്റെ വാർത്തയുടെ പൊരുൾ என்ன? ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞുപോയി, தண்டனையில் നിന്നുള്ളതാണ് വിടുതலை. നരകം നമ്മെ വിട്ട് ഒഴിഞ്ഞുപോയി, നരകം നമ്മെ വിട്ട് നീങ്ങിപ്പോയിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവരെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞാൽ, ഹൃദയത്തിൽ വിശ്വസിച്ച് വായിൽ അറിക്കയിട്ടാൽ നിനക്ക് രക്ഷ ദൈവം ദാനമായി തരും. രക്ഷിപ്പை தேவன் உனக்கு ஈவாக தருகிறார். ആ രക്ഷ സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാണ്. அந்த രക്ഷിപ്പ് പരത്തിലിருந்து கிடைக்கப்பட்டது. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ആഹേ രക്ഷിപ്പ് தேவனுடைய ஈவே. ആ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാൻ സാധ്യമല്ല. இந்த தேவனுடைய ஈவை பணத்தினால் கொள்ள முடியாத காரியம். വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിന്റെ 10 വാക്യം വായിച്ചാൽ, വെളിപ്പെടുത്തൽ വിശേഷം 7 അധികാരം 10 വസനത്തെ വാസിപ്പോமாக, அவர்கள் மகா சத்தமிட்டு ரட்சிப்பின் மகிமை சிங்காசனத்தின் மேல் வீற்றிருக்கிற எங்கள் தேவனுக்கும் ஆட்டுக்குட்டியானவருக்கும் உண்டாவதாக என்று ஆர்ப்பரித்தார்கள். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവനുക്ക് മഹിമ ഉണ്ടാവதாக. സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇതോ സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുന്നു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ് രക്ഷ. രക്ഷിപ്പ് என்பதை தேவனுடையும் ஆட்டுக்குட்டியானுடையும் ஈவாயிருக்கிறது. നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? எவ்வாறாக நாம் രക്ഷിക്കപ്പെട്ടோம்? അത് ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. அதை தேவன் நமக்கு ஈவாக தந்தார். നാം അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാം? എങ്ങനെ அதை നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ முடியும்? ഒന്നാമത് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. முதலாவதாக நீ உன்னுடைய இருதயத்தில் விசுவாசிக்க வேண்டும். രണ്ടാമത് നീ വാഗൊണ്ട് ഏറ്റുപറയണം. இரண்டாவதாக உன் வாயினால் அறிக்கையிட வேண்டும். എന്നാൽ നീ രക്ഷിക്കപ്പെടും. அப்படி என்றால் நீ അപ്പോൾ രക്ഷിക്കപ്പെടുവാய். നമുക്കൊരു സംശയം വന്നേക്കാം. அப்படி என்றால் நமக்குள்ளே ஒரு சந்தேகம் ദൈവം மூளலாம். ദാനമായി തന്ന രക്ഷ നമ്മെ വിട്ടു പോകുമോ? தேவன் ஈவாக தந்தார் இந்த ரட்சிப்பு நம்மை விட்டு எடுபட்டு போய்விடுமோ? ദൈവം ദാനമായി തന്ന രക്ഷയെ தேவன் ஈவாக தந்த ரட்சிப்பை മറ്റാർക്കും നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. வேறு ஒருவராலும் நம்மிலிருந்து பறித்து போட கூடாத காரியம். പ്രവാചകനായ യേശയ്യാവ് ഇങ്ങനെ പറയുന്നു, தீர்க்கதரிசியாகிய ஏசாயா ഈ சொல்லுகையில், ആകാശം നീങ്ങിപ്പോകും, இந்த வானம் மாறி போகும், ഈ ഭൂമി നീങ്ങിപ്പോകും, இந்த பூமி மாறி ഈ போகும், ഭൂമിയിലെ നിവാസികൾ കൊതുക് പോലെ ചത്തു കെട്ടൊടുങ്ങിപ്പോകും. இந்த பூமியின் குடியுங்கள் அத்தனை பேர் கொசுவை போல மண்டு போவார்கள். എങ്കിലും എന്റെ രക്ഷയും നീതിയും നിന്നെ വിട്ടു പോകയില്ല. ஆனால் என் ரட்சிப்பும் நீதியும் உன்னை விட்டு பின்வாங்காது. ആകയാൽ ദൈവം നൽകിയ രക്ഷയെ ആർക്കും അപകരിപ്പാൻ സാധ്യമല്ല. ஆகையால் தேவன் தந்த ரட்சிப்பை எந்த மனிதனாலும் பிடுங்கிக்
கொள்ள கூடாத காரியம். പക്ഷേ എനിക്ക് നൽകിയ രക്ഷയെ ഞാൻ മനഃപൂർവ്വമായി നശിപ്പിച്ചു കളയാം. ஆனால் வேண்டுமானால் எனக்கு கிடைத்த ரட்சிப்பை நான் மனப்பூர்வமாக நிர்மூலமாக்கலாம். അതിന് ദൈവം ഒരിക്കലും ഉത്തരവാദിയായിരിക്കത്തില്ല. அதற்கு தேவன் ஒருபோதும் பொறுப்பாளி அல்ல. പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, பவுல் விதமாக கேட்கிறார், ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ இம்மாத்திர ரட்சிப்பை நிர்விசாரமாக எண்ணினால் നിങ്ങൾ ദൈവ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ തെറ്റി ഒഴിഞ്ഞു പോകും? நீங்கள் தண்டனைக்கு எப்படி தப்பித்துக் கொள்ளுவீர்கள்? ആകിയാൽ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ஆகியால் ரட்சிப்பு தேவனுடைய ஈவாக இருக்கிறது. നമ്മുടെ യേശു സ്വർഗത്തിലേക്ക് പോയി. நம்முடைய இயேசு பரலோகத்துக்கு சென்றார். അവൻ അവിടെ രാജ്യത്വം പ്രാപിച്ചിരിക്കുന്നു. அவர் அங்கே ஆளுகை பெற்றிருக்கிறார். അവൻ അവിടെ രാജാവായി തീർന്നിരിക്കുന്നു. அங்கே ராஜாவாக வீற்றிருக்கிறார். അതിന്റെ അടയാളമാണ് സ്വർഗീയ ദാനം നമ്മിലേക്ക് പകർന്നത്. അതിന്റെ അടയാളം താൻ പരലോകത്തിന്റെ ഈവൈ നമ്മേൽ ഊറ്റിനാർ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടതാണ് ദേവജനമേ, നാം നിത്യ നരകത്തെ വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. നാം നിത്യ നരകത്തെ വിട്ട് ഓയ്ഞ്ഞിരിக்கிறோம். നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി സാത്താന് നമ്മുടെ മേൽ അധികാരമില്ല. ഇനി സാത്താനുക്ക് നമ്മേൽ അധികാരമില്ല. രക്ഷ എന്ന ഒരു ശിരസ്ത്രമാണ് ദൈവം നമ്മെ ധരിപ്പിച്ചിരിക്കുന്നത്. രക്ഷിപ്പ് എன்கிறதான പട്ടയத்தை தேவன் നമ്മേൽ ഈ എഴുതിയിരിக்கிறார். കാര്യം നാം നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ. ഇതിനെ തെളിവാக நாம் புரிந்து கொள்ள வேண்டும். പിശാചിന്റെ ശബ്ദം കേട്ട് നീ വ്യാകുലപ്പെടരുത്. പിശാച് ശബ്ദത്തെ കേട്ട് നീ വ്യാകുലപ്പെട വേണ്ടാം. എന്റെ ദൈവം എനിക്ക് രക്ഷ ദാനമായി തന്നതാണ്. എൻ ദേവ രക്ഷിപ്പ് എനിക്ക് ഈവാக തന്നിരിக்கிறார். എന്റെ യേശു ഇന്ന് സിയോനിൽ രാജാവായിരിക്കും. എൻ യേശു ഇന്നേക്ക് സിയോനിൽ രാജാവാக വീற்றிருக்கிறார். ഞാൻ മനഃപൂർവ്വം രക്ഷയെ അഗണ്യമാക്കാം. ஆனால் മനഃപൂർവ്വமாக ഇത് ഞാൻ അല്ല തട്ടിനാൽ അതിന് ദൈവം ഒരിക്കലും ഉത്തരവാദിയായിരിക്കത്തില്ല. அதற்கு தேவன் பொறுப்பு அல்ல. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പറയുക. പരിശുദ്ധ പൗലോസ് சொல்லுகிறார், வேளையில் நான் நிலைத்திருக்கிறேன் என்று எண்ணுகின்றவன் വീഴാதபடிக்கு தன்னை பாதுகாக்கட்டும். യേശുവിന്റെ രക്തമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്. ഇന്നേക്ക് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തത്തെ നാമും ചിന്തിപ്പോക. നമുക്ക് ദൈവ നഗരത്തിൽ മടങ്ങി പോകുവാൻ യേശുവിന്റെ രക്തം വേണം. ദൈവനഗരത്തിൽ തിരുമ്പി ചെല്ലുമ്പടിയാக യേശു രക്തം നമുക്ക് മിക தேவை. ഇസ്രായേലിനോട് 4 പ്രാവശ്യം ദൈവം രക്തച്ചൊരിച്ചിൽ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ 4 ഘട്ടങ്ങളിലാக ദേവൻ താമ രക്തം സിന്ധുതரை ദേവപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം 7 സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. ஆனால் നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്തമാനത് 7 സന്ദർഭങ്ങളിൽ നമുക്കാக എഴുമ്പി നമുക്കാக പരിந்து ഒരു ഗുണമില്ലാത്തവനായി കർത്താവ് അറുക്കപ്പെടുകയാണ്. മാസറ്റവനാக യേശു ക്രിസ്തു അടിക്കപ്പെട്ടു. കാലസമ്പൂർണ്ണ യേശു ലോകത്തിലേക്ക് വന്നു. കാലം നിറവേറുന്ന പോലെ യേശു ഭൂമിക്ക് വന്നു. യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യേശു കണ്ട വേളയിൽ യോവാൻ വിധமாக சொன்னார், യോഹന്നാൻ ഒരു പുരോഹിതന്റെ സന്തതിയായി, യോവാൻ ഒരു ആസാര്യന്റെ സന്തതിയാണ്. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച വിശുദ്ധ മന്ദിരത്തിൽ വേല ചെയ്യേണ്ടിയിരുന്നു. പഞ്ചനൂൽ വസ്ത്രം അണിந்தவனாக പരിശുദ്ധ ആലയത്തിൽ അവൻ ഊഴിയം ചെയ്യുമ്പോൾ എന്നാൽ യോഹന്നാൻ അങ്ങനെ ആയിരുന്നില്ല. ஆனால் யோவான் அப்படி செய்யவில்லை. അവൻ ഏലിയാവിന്റെ ആത്മാവ് വ്യാപരിച്ചു. ഏലിയാവിൻ ആവി അവനുക്കുള്ളേ ക്രിയ ചെയ്തു. അവൻ ഒട്ടകത്തിന്റെ തോല് കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു. ഒട്ടകത്തിന്റെ തോലിനാൽ വസ്ത്രത്തെ അവന്റെ ബാല്യകാലത്ത് തന്നെ വീട് വിട്ടുപോയി. തന്റെ വാരവേദനൈ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഏറിയ നാളിന് ശേഷം അവൻ മടങ്ങി വന്നു. നാட்களுக்கு பிறகு അവൻ തിരുമ്പി വന്നു. അവന്റെ ശബ്ദം യെരൂശലേമിനെ ആകെ കുലുക്കി മറിച്ചു. അവന്റെ ശബ്ദം യെരൂശലേമിനെ ഒട്ടുമൊത്തமாக അസൈത്തது. അവൻ പ്രവാചകന്മാരെ പോലെ പാപത്തെ തർജ്ജനം ചെയ്യാൻ തുടങ്ങി. ദീർഘദർശികളെ പോലെ പാപത്തെ ഇതോ അതற்காக അവൻ കഠിന രാജാക്കന്മാരുടെ സിംഹാസനം ആടി ഉലയാൻ തുടങ്ങി. രാജാക്കളുടെ സിംഹാസനമാണ് ഇതോ അസയ തുടങ്ങുന്നത്. അവൻ മരുഭൂമിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ വനാന്തരത്തിലെ പ്രസംഗം പണിക്കൊണ്ട് ഒരു ദിവസം യേശു പോകുകയാണ്. ഒരു നാളിൽ യേശു വഴിயாக വരുகிறார். യേശു ജനിച്ചത് യഹൂദാ ഗോത്രത്തിലാണ്. യേശു യൂദാ ഗോത്രത്തിലെ പിറந்தார். യോഹന്നാൻ ജനിച്ചത് ലേവ്യ ഗോത്രത്തിലാണ്. യോവാൻ പിറന്നതോ ലേവി ഗോത്രത്തിലെ. യഹൂദൻ രാജവംശത്തിൽപ്പെട്ടവനാണ്. യൂദൻ രാജവംശത്തിൽപ്പെട്ടവൻ. ലേവ്യൻ പൗരോഹിത്യത്തിൽപ്പെട്ടവനാണ്. ലേവ്യൻ ആസാര്യ വംശത്തിൽപ്പെട്ടവൻ. ഒരു പുരോഹിതനും ഒരു രാജാവും തമ്മിൽ കാണും പോലെ ഒരു ആസാര്യനും ഒരു രാജാവും സന്ധിപ്പதை പോലെ യേശു യോഹന്നാനും തമ്മിൽ കാണുകയാണ്. യേശു യോവാനും സന്ധിക്കിன்றார்கள். യോഹന്നാൻ കൈകളെ ചൂണ്ടി യോവാൻ തന്റെ കരത്തെ ചൂണ്ടി തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, തന്നെ പിൻപറ്റിയ ശിഷ്യഗണത്തിന് ഞാൻ പറഞ്ഞവൻ ഇവനാണ്. ഇതോ ഞാൻ ചൂണ്ടിക്കാട്ടിനവർ ഇവരേ. ലോകാരംഭങ്ങൾക്ക് മുൻപേ ഉള്ളവൻ ഇവനാണ്. ഉലകത്തോറ്റத்துக்கு മുന്നരേ ഉള്ളവർ ഇവരേ. ഇവന്റെ കാലിന്റെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പാദരക്ഷൻ കണ്ണി അഴിക്കുമ്പടിயாக ഞാൻ തകുതിയുള്ളവൻ. ഇവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ഉലകത്തിലെ തൂറ്റുകൂടെ ഇരിക്കുന്നത്. ഇവനൊരു മണവാട്ടിയുണ്ട്. ഇവർക്കൊരു മണവാട്ടിയുണ്ട്. ഇവൻ ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന കുഞ്ഞാണ്. ഉലകത്തിൻ പാപത്തെ സുമന്ന് തീർക്കുന്നതാണ് ദേവ ആട്ടുകുട്ടി. യഹൂദന്റെ ശ്രദ്ധ അവനിലേക്ക് പതിഞ്ഞു. യൂദന്റെ ഗമനം അവർക്ക് നേരാக തിരിഞ്ഞു. ഇസ്രായേൽ ജാതി യേശുവിനെ തുറിച്ചു നോക്കുന്നു. ഇസ്രായേലെല്ലാം ഇതോ യേശുവെ ഉറ്റു ഗമനിക്കുന്നു. എന്താണ് യോഹന്നാൻ പറയുന്നത്?
யோவான் சொல்லுவது என்ன? ഇവനാണ് പാപം ചുമക്കുന്ന കുഞ്ഞാട്. இவரை பாவம் சுமந்து இருக்கிறானே தேவ ஆட்டுக்குட்டி. ഇത് പറഞ്ഞു പരിചയപ്പെടുത്തിയവൻ ആരാണ്? யார்தனை சொல்லி அறிமுகப்படுத்துறது? ഒരു പുരോഹിതന്റെ സന്തതി, ஒரு ஆசாரியனுடைய சந்ததி, യാഗമർപ്പിപ്പാൻ വിധിക്കപ്പെട്ടവൻ, பலி செலுத்தும்படியாக நியமிக்கப்பட்டவன், യാഗപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവൻ, பலிபீடத்திலே ஊழியத்திற்காக தெரிந்து கொள்ளப்பட்டவன். അവനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. அவன் சுட்டி காட்டுகின்றான். ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് പോകുന്നു. இதோ உலகத்தின் பாவத்தை சுமந்து இருக்கிறாரே தேவ ஆட்டுக்குட்டி അന്ന് செல்லுகிறார். തുടങ്ങി ഇസ്രായേലർ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി. அன்று முதற்கொண்டு இஸ்ரவேலர் ஆண்டவரை கர்த்தரை பின்பற்ற தொடங்கினார்கள். യേശു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ இயேசு உலகத்துக்கு வந்தபோது യേശുവിന്റെ കാൽവറി മരണം യേശുവിന് അറിയാമായിരുന്നു. இயேசுவின் கல்வாரி மரணம் இயேசுவுக்கு முன்കൂட்டியே താൻ ഏകനായി தெரிந்திருந்தது. പാപം ചുമക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. அவன் தனிமையாக பாவத்தை சுமந்து தீர்க்க வேண்டும், அதுவும் அவருக்கு தெரிந்திருந்தது. എല്ലാവരും തന്നെ കൈവിടുമെന്ന് അറിയാമായിരുന്നു. எல்லோரும் தன்னை கைவிடுவார்கள், அதுவும் அறிந்திருந்தார். എങ്കിലും എല്ലാ ദിനവും അവൻ ഇങ്ങനെ ഏറ്റു പറഞ്ഞു, ஆனாலும் எல்லாவற்றுக்குமாக அவர் அறிக்கையிட்டார், പിതാവേ ഇതാ ഞാൻ വരുന്നു. பிதாவே இதோ அடியேன் வருகிறேன். പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ புஸ்தக சூழலில் என்னை குறித்து எழுதியிருக்கிற നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. உம்முடைய சித்தம் செய்யும்படியாக நான் வருகிறேன். അവന്റെ കാലുകൾ ഗോൽഗോത്തായിലേക്ക് അവനെ നടത്തി. அவருடைய கால்கள் கொல்கதாவுக்கு அவரை நடத்தின. അവന്റെ അവസാന നിമിഷമായി அவருடைய கடைசி வேளை வந்தது. പെസഹായുടെ ദിനമായപ്പോൾ பஸ்கா ஆரம்பமான போது അവൻ തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. தன்னுடைய சீஷர்களை பக்கமாக அழைத்து ഒരു ദാസനെ പോലെ ശിഷ്യന്മാരെ കാൽപാദം കഴുകി ஒரு அடிமை போல சீஷருடைய கால்களை கழுவத் അവൻ தொடங்கினார். അപ്പമെടുത്ത് വാഴ്ത്തി ഞുറുക്കി அவர் കൊടുത്തു. அப்பத்தை எடுத்து ஆசீர்வதித்து பிட்டுக் നിങ്ങൾ கொடுத்தார். ഇത് വാങ്ങി ഭക്ഷിപ്പീ, நீங்கள் വാങ്ങി புசியுங்கள், ഇതെന്റെ ശരീരമാണ്. இது என் சரீரமாக இருக்கிறது. അതിനുശേഷം അവൻ രക്തമെടുത്തു. அதற்கு பிறகு ரத்தத்தை ഇത് எடுத்து വാങ്ങി കുടിപ്പീ, இதை வாங்கி பானம் பண்ணுங்கள், ഇതെന്റെ രക്തമാകുന്നു. இது ரத்தமாக இருக்கிறது. ആകയാൽ തകർക്കപ്പെടുവാൻ അവൻ ഏൽപ്പിച്ചു. ஆகையால் நொறுக்கப்படும்படியாக ஒப்புக் கொடுத்தார். പെസഹായുടെ അനന്തരം അവൻ എഴുന്നേറ്റു. பஸ்காவுக்கு பிறகு அவர் எழும்பினார். അവൻ യാത്രയായി. அவர் யாத்திரை അവൻ மேற்கொண்டார். കിദ്രോൻ തോട് കടന്നു. കിദ്രോൻ തോട് அவர் கிதிரோன் பள்ளத்தாக்கி എന്താണ് வந்தடைந்தார். ശലോമോൻ ശിമെയോട് പറഞ്ഞത്? சாலமோன் சீயோனிடத்தில் சொன்னது നീ என்ன? കിദ്രോൻ തോട് കടക്കരുത്. நீ கிதியோன் தாழ்வரை பள்ளத்தாக்கு കടന്നാൽ നീ வேண்டாம். മരണയോഗ്യനായിരിക്കും. தாண்டினால் சாபுக்கு ஏதுவாய். കർത്താവ് മരണയോഗ്യനായി തിരികെയാണ്. கர்த்தர் சாபுக்கு ஏதுவானார். അവൻ കിദ്രോൻ തോട് കടന്നു. கிதியோன் ஓடையை അവൻ தாண்டி ഗെത്സമനിലേക്ക് പോയി. கெத்செமனேக்கு வந்தார். തന്റെ ശിഷ്യന്മാരെ അവൻ പുറത്താക്കി. தம்முடைய சீஷர்களை அவர் வெளியே நிறுத்தி അതിൽ ചിലരെ താൻ കൂടെ കൊണ്ടുപോയി. அவர்களை சிலரை தன்னோடு அழைத்துச் சென்று സഭയുടെ തൂണുകളായ യാക്കോബും യോഹന്നാനും പത്രോസും അവനോടുകൂടെ ഉണ്ടായി. சபையின் தூண்களாகிய யாக்கோபு யோவான் பேதுரு அவரோடு கூட അവരെ இருந்தார்கள். അവൻ ഒരു സ്ഥലത്താക്കി அவர்களை ஒரு இடத்தில் நிற்கப்பட்டு അവരോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടു. அவர்களை ஜெபிக்கும்படியாக வேண்டி. അതിനുശേഷം ഒരു കല്ലേറ് ദൂരത്തിലേക്ക് അവൻ പോയി. அதற்கு பிறகு ஒரு கல் தொலைவிலே போய் ഒരു ബാലൻ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എന്തു ദൂരം പോകുമോ? ஒரு சிறுவன் ஒரு கல் வீசினால் எம்மட்டு தூரம் செல்லுமோ അത്രയും ദൂരത്തിലേക്ക് അവൻ പോയി. அம்மாத்திரம் தூரம் அவர் சென்றார். സ്വർഗവും ഭൂമിയും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. பரலோகம் பூலோகம் ஒருமித்தோண்டமாக പാതാള ഗോപുരങ്ങൾ കിടുങ്ങി വിറക്കിയാൽ பாதாள வாசல்கள் நடுங்கி அசைகின்றன. സാത്താന്റെ സാമ്രാജ്യം കുലുങ്ങി വിറച്ചു. சாத்தானுடைய பேரரசு அசைந்து நடுங்குகிறது. ലൂസിഫർ ശക്തിയോടെ എഴുന്നേറ്റു. லூசிபர் வல்லமையாக எழும்பினார். കർത്താവായ യേശു മുൻപോട്ട് പോയി. கர்த்தராகிய இயேசு கிறிஸ்து முன் சென்றார். അവൻ ആ ഒലിവ് തോട്ടത്തിൽ കമന്നു വീണു. அவர் ஒலிவமேலே கமிழ்ந்து வீழ்ந்தார். അവൻ ഭൂമിയോളം പച്ചക്കിടന്നു. அவர் இதோ தரை முகங்குப்புற അവൻ படுத்தார். അലോറി വിളിക്കാൻ തുടങ്ങി. உரத்து சத்தமாக அலறத் ഈ தொடங்கினார். നാഴിക ഒഴിവാക്കി തരണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. இந்த வேளையை மாற்றித் தர வேண்டும் என்று അവന്റെ வேண்டிக் കാൽവറി മരണം ദാവീദ് കണ്ടിരുന്നു. ஒரு கல்வாரி மரணத்தை தாவீது முன்கண்டான். യേശു ജനിക്കുന്നതിന് இயேசுவின் பிறப்புக்கும் 1000 വർഷങ്ങൾക്ക് മുൻപ്, 1000 ஆண்டுகளுக்கு முன்னதாக 28 തലമുറയ്ക്ക് മുൻപ് 28 தலைமுறைக்கு முன்னதாக ദാവീദ് യെരൂശലേമിൽ ജനിച്ചതാണ്. தாவீது எருசலேமில் பிறந்தவன். ദാവീദ് ഒരു പ്രവാചകൻ ആയിരുന്നില്ല. தாவீது ஒரு தீர்க்கதரிசியாக இருக்கவில்லை. എങ്കിലും ദാവീദ് യേശുവിന്റെ കഷ്ടത കണ്ടിരുന്നു. ஆனாலும் தாவீது இயேசுவின் பாடுகளை கண்டிருந்தான். 22 സങ്കീർത്തനത്തിൽ അവൻ ഇങ്ങനെ എഴുതി, 22 சங்கீதத்தில் விதமாக எழுதுகின்றான். ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റി വളയുന്നു. பாசான் உக்கிரமக்காரர்களை சுற்றி வளைந்தான். സിംഹം എന്റെ അടുക്കൽ അലറി അടുക്കുന്നു. சிங்கவனை அலறிக்கொண்டு என்னை சமீபிக்கிறது. നായ്ക്കൾ എനിക്ക് ചുറ്റും നിൽക്കുന്നു. நாய்கள் என்னை சுற்றிலும் நிற்கின்றன. അവൻ എന്റെ അസ്ഥികൾ ഉരുകി പോകുന്നു. என் எலும்புகள் உடைக்கப்படுகின்றன. അയ്യോ യഹോവേ, നിന്റെ കണ്ണടച്ചു കളയരുതേ. ஐயோ கர்த்தாவே, உம்முடைய கண்களை அடைத்து விட ആ வேண்டாம். ശബ്ദം ഇപ്പോൾ ഗെത്സമനയിൽ കേൾക്കുകയാണ്. அந்த சத்தம் இதோ உம்முடைய காதுகளில் கேட்கிறது. കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് கர்த்தராகிய இயேசு கிறிஸ்துவை பார்த்துக் கொண்டு പ്രവാചകനായ യേശയ്യാവ് ഇങ്ങനെ പ്രവചിച്ചിരുന്നു. தீர்க்கதரிசி യേശയ്யா விதமாக ആ சொன்னான், നീ ഭ്രമിച്ചു നോക്കേണ്ട, நீ பிரமிக்க வேண்டாம். ഞാൻ നിന്റെ ദൈവമാണ്. நான் உன் தேவன். ഞാൻ നിന്നെ സഹായിക്കാം. நான் உனக்கு உதவி ഞാൻ செய்வேன். നിന്നെ ശക്തീകരിക്കും. நான் உன்னை பலப்படுத்துவேன். എന്റെ നീതിയുടെ കരം കൊണ്ട് ഞാൻ നിന്നെ
താങ്ങാം. என் நீதியின் கரங்களால் உன்னை தாங்குவேன். അത് അക്ഷരീയമായി യാക്കോബിനോട് പറഞ്ഞ വാക്കാണ്. எழுத்தின்படியாக யாக்கோபிடத்தில் சொன்ன வார்த்தைகள் അത് പ്രവചനാടിസ്ഥാനത്തിൽ യേശുവിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ஆனா தீர்க்க தரிசனமாக இயேசுவிடத்தில் சொன்னதான வாக்குத்தத்தம் அது. അത് ആത്മീയ അടിസ്ഥാനത്തിൽ പുതിയ നിയമസഭയ്ക്ക് നൽകിയ വാഗ്ദത്തമാണ്. ஆவியின் அடிப்படையில் புதிய ஏற்பாடு சபைக்கு கொடுக்கப்பட்டதான தம்முடைய வாக்குத்தத்தம். യേശു ഇപ്പോൾ ഗെത്സമനിലേക്ക് വരികയാണ്. இயேசு கெத்செமனேக்கு வருகின்றார். തന്റെ ഹൃദയം വേദനയാൽ നിറഞ്ഞു. தன்னுடைய இருதயமானது வேதனையால் நிரம்பி ഒലിവ് വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ஒலிவ மரங்கள் இதோ இருக்கின்றன. ഒരു ഭാഗത്ത് മാനവരാശിയുടെ പാപം, ஒரு பகுதியில் மனுக்குலத்துடைய பாவமும், മറുഭാഗത്ത് ദൈവത്തിന്റെ നീതി. மறுபகுதியில் தேவனுடைய நீதியும். ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ യേശു നിൽക്കുന്നു. இதற்கு மத்தியில் இயேசு நிற்கிறார். യേശു മുൻപോട്ട് ചെന്നു. இயேசு முன் சென்றார். അവന്റെ ഹൃദയം ഉരുകുവാൻ തുടങ്ങി. இருதயம் உருக അവനൊരു தொடங்கியது. പാവിയെ പോലെ അലറി വിളിച്ചു. ஒரு பாவியை போல் அலற സാത്താന്റെ ഗോപുരങ്ങൾ കിടിഞ്ഞു വിറയ്ക്കുക. சாத்தானுடைய வாசல்கள் நடுங்கி அசைந்தன. പിശാചു സിംഹത്തെ പോലെ അലറുന്നു. பிசாசு சிங்கத்தை போல அலறுகின்றார். സാത്താൻ നായ്ക്കളെ പോലെ ചുറ്റി വളയുന്നു. சாத்தான் நாய்களை போல சுற்றி வளைகின்றார். അന്ധകാര ശക്തി കാട്ടുപോത്തിന് തുല്യമായി നിൽക്കുന്നു. அந்தகாத்து வல்லமை காண்டாமிருகத்துக்கு ஒப்பாக சுற்றி യേശു நிற்கிறது. ഭൂമിയോളം പച്ചക്കിടന്നു. இயேசு முகங்குப்புற படுத்தார். യേശു അലറി വിളിച്ചു. இயேசு அலறத் പിതാവേ, தொடங்கினார். കഴിയുമെങ്കിൽ ഈ നാഴിക ഒഴിവാക്കി തരണമേ. பிதாவே, முடியும் என்றால் இந்த வேளையை மாற்றி தருவீராக. തന്റെ ആത്മാവും ശരീരവും തമ്മിൽ വാദിക്കുക. தம்முடைய ஆவியின் சரீரமாக விவாதிக்கின்றன. ശരീരം വിളിച്ചു പറയുന്നു, ഒഴിവാക്കി തരണമേ. சரீரம் சொல்லுகின்றதை மாற்றி தருவீராக. ആത്മാവ് പറയുന്നു, അങ്ങനല്ല പിതാവേ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ஆவி சொல்லுகிறது, அப்படியல்ல பிதாவே, உம்முடைய சித்தத்தின்படியாக എന്താണ് നിന്റെ ഇഷ്ടം? உம்முடைய சித்தம் என்ன? പ്രവാചകനായ യേശയ്യ വിളിച്ചു പറയുന്നു, தீர்க்கதரிசியாയ യേശയ്யா சொல்லுகின்றார், അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. அவரை நொறுக்கும்படி பிதா சித்தம் അവൻ கொண்டார். ഗെത്സമനിൽ അലറി വിളിക്കാൻ തുടങ്ങി. கெத்செமனேயில் உரத்த சத்தமாக அலறத் தொடங்கினார். സാത്താനുമായിട്ടുള്ള ഉഗ്ര യുദ്ധമാണ്. சாத்தானுமாக பெரும் போர், ഭയങ്കര മാനസിക സംഘർഷാവസ്ഥ. பயங்கரமான மன அழுத்த நிலை. അവന്റെ ഹൃദയം പൊട്ടുവാൻ തുടങ്ങി. அவருடைய இருதயமானது உடையத் അവന്റെ தொடங்கியது. രക്തം ഭൂമിയിൽ ഇച്ഛിച്ചു വീണു. அவருடைய ரத்தமானது பூமியிலே சிந்தத் അവൻ தொடங்கியது. വാർന്നു വീഴുന്ന രക്തത്തോടെ എഴുന്നേറ്റു. இதோ விடுகிற அர்த்தத்தோடு அவர் താൻ ധരിച്ച எடுத்துக்கொண்டார். അങ്കി ഒന്നുകൂടെ എടുത്തു പുതച്ചു. தான் பெருத்திருந்த அங்கேயே மறுபடியும் അല്പ மூடிக்கொண்டார். ദൂരമുള്ള ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. அவர் இதோ சீஷனுடைய பக்கத்தில் சென்றார். അവരെ തട്ടി എഴുന്നേൽപ്പിച്ചു. அவரை தட்டி எழுப்பினார். കേഫാ, കേഫാ, എഴുന്നേറ്റാട്ട്. பேதுருவே, பேதுருவே, നീ எழும்புவாயா? എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാട്ട്. நீ எழும்பி ஜெபிப்பாயா? ആത്മാവ് ഒരുക്കമാണ്, ஆவியானது ஆயத்தமானது. ജഡമോ ബലഹീന. ஆனா மாம்சமோ பலவீனமானது. രാത്രി ആ ഗെത്സമനെ കാണുവീൻ. இன்றைக்கு ராத்திரி கெத்செமனே பாருங்கள். ചുറ്റും സാത്താന്റെ ശക്തികൾ നിൽക്കുന്നു. சுற்றிலும் சத்துரு வல்லமை നമ്മുടെ சூழ்ந்திருக்கிறது. യേശു ഏകനായി ചക്കി ചവിട്ടുകയാ. நம்முடைய இயேசு ஒருவராக അവന്റെ மிதிக்கிறார். രക്തം ധാരധാര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. அவருடைய ரத்தம் சொட்டு சொட்டாக சிந்தப்படுகிறது. 4000 വർഷങ്ങൾക്ക് മുൻപേ 1000 ആണ്ടുകൾക്ക് മുന്നதாக ഏദൻ പർദീസയുടെ പുറത്ത് ஏதேன் பரதீசுக்கு வெளியே ഒരു മൃഗത്തിന്റെ തോൽ ഉരിഞ്ഞെടുക്കുവാൻ ஒரு மிருகத்தின் தோலை உரிந்தெடுக்கும் പിതാവായ ദൈവം അതിനെ അറുത്തതുപോലെ பிதாவாக தேவன் அதனை கொண்டது போல ഇതാ ഗെത്സമനയിൽ യേശുവിന്റെ രക്തം ഇറ്റിറ്റ് വീഴുന്നു. இதோ கெத்செமனே യേசு ரத்தம் சொட்டு சொட்டாக അവൻ ഒരു சிந்தப்படுகிறது. ഉടമ്പടിയുടെ മുൻപിൽ നിൽക്കുക. இதோ ஒரு உடன்படிக்கை முன்னே ഒന്നിയിൽ അവൻ ഒഴിഞ്ഞു പോകാം, அவர் ഒന്നെങ്കിൽ അവൻ ഒഴിഞ്ഞു പോകാം, அவருக்கு வேண்டுமானால் தப்பித்துக் கொள்ளலாம். അല്ലെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യാം. அல்லது பிதாவின் சித்தம் അവൻ செய்யலாம். പിന്നെ വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കാൻ மேலும் തുടങ്ങി. വ്യാകുലപ്പെട്ട് ജപിക്കാൻ തുടങ്ങിனார். പാപഭാരം വളരെ വലുതാണ്. പാപത്തിൻ സുമൈ ഭയങ്കരமாக இருக்கிறது. പിതാവിന്റെ സിംഹാസനത്തെ നോക്കി പിതാവിന്റെ സിംഹാസനത്തെ അവൻ നോക്കി ഇങ്ങനെ பார்த்தார். അലറി വിളിച്ചു, വിധமாக അലറിனார். കഴിയുമെങ്കിൽ ഒഴിവാക്കി തരണമേ. முடியுமான இந்த பாத்திரத்தை மாற்றி പെട്ടെന്ന് തരൂ. യേശയ്യാവിന്റെ വാക്ക് എഴുന്നേറ്റ് വന്നു, உறுதியாக യേശുവിன் വാർത്തകൾ നീ വന്നன. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിക്ക വേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്, ആരുൻ ദേവൻ. ഞാൻ നിന്നെ ശക്തീകരിക്കാം. ആരുന്നെ ബലപ്പെടുത്തും. അപ്പോൾ പിതാവ് ഒരു ദൂതനെ അവന്റെ അടുക്കൽ അയച്ചു. അവൻ പിതാവ് ഒരു ദൂതനെ അവർക്ക് അനുപ്പിനാർ. ആ ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു. അത് ദൂതൻ വന്ന് അവന്റെ ബലപ്പെടുത്തിനാർ. രക്തം ഇച്ഛിച്ച് വീഴുവാൻ തുടങ്ങി. അവന്റെ രക്തം ചൊട്ടി ചൊട്ടാകെ അധികം ചിന്തപ്പെട്ടത്. വൈകും മുമ്പ് പടയാളികൾ വന്നു. അധികം താമസിയാமல் ചേവരികൾ അവനെ പിടിച്ചു. അവരെ പിടിத்து വഞ്ചകനായ യൂദ അവനെ ഒറ്റിക്കൊടുത്തു. വഞ്ചകനായ യൂദ അവരെ ഒരു കാട്ടിക്കൊടുത്തു. രാത്രിയിൽ 4 കോടതിയിൽ 5 പ്രാവശ്യം അവനെ കൊണ്ടുപോയി. ഒരു രാത്രിയിൽ 4 നീതിമன்றങ്ങളിൽ 5 മുறை അവന് വിസാരിക്കപ്പെട്ടു. നേരെ 9 പേർ അന്യായം പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്കെതിരാக 9 പേർ എന്നാൽ നമ്മുടെ കർത്താവ് മിണ്ടാതെ നിന്നു. ஆனால் கர்த்தர் அமைதியாக நின்றார். പീലാത്തോസ് എഴുന്നേറ്റ് വന്നു. பிலாத்து எழும்பி வந்தார். അവൻ ഇവരിൽ ഒരു കുറ്റവും കണ്ടില്ല. சொல்லுகின்ற இவரில் எந்த അവന്റെ குறையும் മനസ്സ് காணவில்லை. വ്യാകുലപ്പെടാൻ തുടങ്ങി. அவருடைய உள்ளம் சஞ்சலப்படத் അവൻ ഇവൻ தொடங்கியது. രാജദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല. இவர் ராஜதுரோக குற்றம் ഇവനെ செய்யவில்லை. വിട്ടുകളയുവാൻ ഒരുക്കമാണ്. இவரை விட்டுவிடும்படி ஆயத்தமாக പക്ഷേ இருக்கிறார். യഹൂദാജാതി അലറാൻ തുടങ്ങി. ஆனால் யூதர்கள் அலறத் ഇവനെ தொடங்கினார்கள்.
ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം. ഇവരെ സിലുവയിൽ അറയുங்கள், സിലുവയിൽ അറയുங்கள். ആരാമിക് ഭാഷയിൽ അതിന്റെ അർത്ഥം, അരാമിയ ഭാഷയിൽ അതിന്റെ പൊരുൾ, അതിന്റെ വാക്ക് ഈത്തലേ എന്നാണ്. ഈത്തലേ, அந்த வார்த்தை ஈத்தரே. ഈത്തലേ എന്ന് പറഞ്ഞാൽ അവനെ ക്രൂശിക്കുക. ஈத்தரே என்றால் சிலுவையில் அறையுங்கள். യഹൂദനെല്ലാം കൂടെ നിലവിളിക്കാൻ തുടങ്ങി. യൂദர்களെല്ലാം അലറத் തുടങ്ങിனார்கள். പീലാത്തോസിനെ യഹൂദരെ പ്രീതിപ്പെടുത്താതെ മുൻപോട്ട് പോകാനൊക്കത്തില്ല. பிலாத்துவை பொறுத்தவரையில் யூதரை திருப்திப்படுத்தாமல் முன் செல்ல முடியாது. കാര്യം പീലാത്തോസ് ഗ്രീക്കുകാരനാണ്. ஏனென்றால் இந்த பிலாத்து கிரேக்கை சார்ந்தவன். അന്ന് ഇസ്രായേൽ ഗ്രീക്കുകാരുടെ കോളനിയാണ്. அன்றைக்கு இஸ்ரவேலானது கிரேக்கருடைய குடியேற்ற பகுதி. റോമക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ரோமர்கள் அங்கே ஆண்டு கொண்டு வந்தார்கள். യഹൂദനെ പിണക്കി ഒക്കത്തില്ല. ஆகல் யூதனை அவர்களுக்கு பிணைக்கிவிட പക്ഷേ ഈ முடியாது. പീലാത്തോസ് അഗ്നിദേവനെ സേവിച്ചിരുന്നവനായിരുന്നു. ஆனால் இந்த பிலாத்து அன்றைக்கு அவரை நேசித்து வந்தவனாக இருந்தான். എന്നാൽ പീലാത്തോസിന്റെ ഭാര്യ ഒരു ദർശനം കണ്ടു. ஆனால் பிலாத்துவின் மனைவி ஒரு தரிசனம் கண்டார். യേശു നീതിമാനാണെന്ന് இயேசு நீதிமான். അവൾ പെട്ടെന്ന് സന്ദേശം അവിടെ അറിയിച്ചു. சடிதியாக செய்தி அனுப்புகின்றாள். കർത്താവായ യേശുവിനെ വിധിപ്പാൻ നിർത്തി. கர்த்தராகிய இயேசு கிறிஸ்துவை நியாயந்தீர்க்கும்படியாக പീലാത്തോസ് ഇറങ്ങി വന്നു. பிலாத்து இறங்கி வந்தான். ഞാൻ ഇവനിൽ മരണയോഗ്യമായ ഒരു കുറ്റവും കാണുന്നില്ല. சாவுக்கு ஏதுவான எந்த குற்றத்தை இவர் நான் காணேன். ഇവൻ ഒരു രാജ്യദ്രോഹവും ചെയ്തിട്ടില്ല. எந்த தேசத்துரோ குற்றம் இவர் செய்யவில்லை. ഇവൻ സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ നോക്കിയിട്ടില്ല. இவர்கள் பேரரசை கவிழ்க்கும்படி முற்படவில்லை. രാജ്യദ്രോഹമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. தேசத்துரோகமான எந்த குற்றத்தை அவர் இழைக்கவில்லை. അപ്പോൾ യഹൂദൻ എന്ത് വിളിച്ചു പറയുന്നു? ஆனால் யூதர்கள் என்ன അവർ சொன்னார்கள்? ഈത്തലേ എന്നാണ് വിളിച്ചു പറയുന്നത്. ஈத்தரே, ஈத்தரே என்கிறார்கள். അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. அவரை சிலுவையில் அறையுங்கள், சிலுவையில் அறையுங்கள். ഒടുവിൽ ഈ പീലാത്തോസിന് ഗത്യന്തരമില്ലാതെ വന്നു. கடைசியாக இந்த பிலாத்துக்கு வேறு வழியின்றி പീലാത്തോസ് പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, பிலாத்து சடிதியாக எழுப்பி சொல்லுகின்றான், എനിക്ക് ഈ രക്തത്തിൽ പങ്കുണ്ടായിരിക്കത്തില്ല. இந்த இரத்தத்திலே எனக்கு பங்கு இல்லை. അപ്പോൾ യഹൂദൻ എന്തു പറഞ്ഞു? அவர்களில் யூதர்கள் അവന്റെ சொன்னார்கள், രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ. அவருடைய இரத்தம் எங்கள் மேல் வரட்டும். പീലാത്തോസ് കൈ കഴുകി ഒഴിഞ്ഞു. பிலாத்து கையை கழுவி தப்பித்துக் கொண்டான். യേശുവിനെ ക്രൂശിക്കുവാൻ കൊടുത്തു. இயேசு சிலுவையின்படியாக தீர்க்கப்பட்டார். യേശു രണ്ട് ശിക്ഷയാണ് ഏറ്റത്. இயேசு ரெண்டு தண்டனைகளை சுமந்து கொண்டார். ഒന്നാമത് യഹൂദന്റെ ശിക്ഷ, முதலாவதாக யூதனுடைய தண்டனை, രണ്ട് റോമക്കാരന്റെ ശിക്ഷ. இரண்டாவதாக ரோமர்களுடைய தண்டனை. യഹൂദന്റെ ശിക്ഷ എന്തായിരുന്നു? யூதனுடைய தண்டனை எதுவாக இருந்தது? ചമ്മട്ടി കൊണ്ട് അടിച്ചു. வாரியினால் அடித்தார்கள். കർത്താവായ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ஆண்டவராகிய இயேசுவை வாரியினால் அடித்தார்கள். ഇങ്ങനെ കരിക്കല്ല് കൊണ്ട് കെട്ടിയ ഒരു സ്റ്റേജ് പോലുള്ള സ്ഥലമുണ്ട്. கருங்கல்லால் கட்டப்பட்டதானே மேடை போன்ற ஒரு பகுதி உண்டு. അതിന്റെ പേര് കൽത്തളമെന്നാണ്. அதற்கு மேலே கல்தூன். കുറ്റവാളിയെ അവിടെ കയറ്റി നിർത്തിയാണ് അടിക്കുന്നത്. குற்றவாளிகளை எதிரே ஏறு நிற்க பண்ணி அடிப்பார்கள். നമ്മുടെ കർത്താവായ യേശുവിനെ അവർ കൊണ്ടുവന്നു. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து கொண்டு അവർ வரப்பட்டார். ധരിച്ചിരുന്ന നിലയങ്കി ഊരി മാറ്റി. அவர் உடுத்தியிருந்தான நிலையெங்கே ஊறி மாற்றினார்கள். നഗ്നത മറപ്പാൻ മാത്രം വസ്ത്രം കൊടുത്തു. இதோ நிர்வாணத்தை மறைக்கும்படி மட்டும் வஸ்திரம் അതിനുശേഷം கொடுத்தார்கள். അവന്റെ കൈകൾ രണ്ട് ഭാഗത്തേക്കും കെട്ടി. அதற்கு பிறகு தண்டு இரு கரங்களையும் இருபுறத்திலே கட்டி வைத்தார்கள். അതിനുശേഷം പടയാളികൾ വന്നു. அதற்கு பிறகு போர் சேவர்கள் റോമൻ കൈസർ എണ്ണിക്കൊണ്ടേയിരുന്നു. ரோம சீசர் எண்ணிக்கொண்டு ராயன் പടയാളികൾ எண்ணிக்கொண்டு ചമ്മട്ടി കടിക്കാൻ തുടങ്ങി. போர் சேவர்கள் இதோ வாரியினால் அடிக்க ചമ്മട്ടി தொடங்கினார்கள். ഇങ്ങനെ ശിഖരങ്ങളായി കിടക്കുക. இந்த வாரியானது சிகரங்களாக இருந்தன. അതിൽ ചൂണ്ടകളുണ്ട്, அதிலே கவ்விகள் இருந்தன. അതിൽ ഈയക്കട്ടകളുണ്ട്, அதிலே எறும்பு അതിൽ துண்டுகள் இருந்தன. അസ്ഥി കഷങ്ങളുണ്ട്. எலும்பு തുണ്ടുകൾ ഈ இருந்தன. പടയാളികൾ യേശുവിന്റെ അടുക്കൽ വന്നു. இந்த போர் சேவர்கள் இயேசுவிடத்தில் അവർ வந்து യേശുവിന്റെ മുതുകിലേക്ക് അടിച്ചു. இயேசுவின் முதுகிலே அடித்தார்கள். അവർ താഴേക്ക് വലിച്ചു. அவரை கீழ் நோக்கி இழுத்தார்கள். എന്റെ മുതുക ഉഴവുചാലു പോലെയാക്കി എന്നുള്ള വാക്കുപോലെ ஏன் முதுகு புறம் உழும்பாத்துகளை போல അവന്റെ ശരീരം ഉഴവുചാലു പോലെ കീറി. அவருடைய சரீரம் உழும்பாத்துகளை போல അസ്ഥിയും മാംസവും തൊക്കും തറയിൽ കിടന്ന് പിടഞ്ഞു വിറയ്ക്കാൻ തുടങ്ങി. மாம்சம் தோலும் தரையிலே கிடந்து துடிக்க ചമ്മട്ടി தொடங்கியது. വലിച്ചു പറിക്കുമ്പോൾ இந்த வாரியை இழுத்தெடுத்த അതിൽ போது പറ്റിയ രക്തം അവിടെയെല്ലാം തെറിക്കാൻ തുടങ്ങി. அதிலே கவியிருந்தான் ரத்தம் அங்கே சிந்த സകല സൃഷ്ടികളും അമ്പരന്ന് നിൽക്കുക. எல்லா சிருஷ்டிகளும் பயந்திருக்கின்றன. പടയാളികളുടെ കുതിരകൾ അലറി വിളിക്കുക. போர் சேவர்களுடைய குதிரைகள் ഒരു വലിയ യാഗപീഠത്തേക്ക് അവർ നടത്തപ്പെടുകയാണ്. ஒரு பெரிய பலிபீடத்துக்கு நடத்தப்பட்டார்கள். 39 അടി യേശുവിനെ അടിച്ചു. இயேசுவை 39 അവന്റെ அடித்தார்கள். അസ്ഥികൾ എണ്ണുമാറ് எலும்புகள் കാണുம்படி അവന്റെ ശരീരം മുഴുവൻ മുറിവേച്ചു. சரீரமெல்லாம் காயப்பட்டார். അവിടെയും തീരുന്നില്ല. அங்கே முடியவில்லை. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. தலையை முள்கிரீடம் சூடினார்கள். കോലുകൊണ്ട് അടിക്കാൻ തുടങ്ങി. தோலினால் அடிக்க വീണ്ടും தொடங்கினார்கள். അവനെ വലിച്ചിഴച്ചു. மறுபடியும் വലിத்து இழுத்தார்கள். പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടു നിർത്തി. பிலாத்து அரண்மனைக்கு கொண்டு வந்து പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിക്കാം. பிலாத்து சொல்லுகிறான், கொண்டு போய் சிலுவையில் അവൻ அறையுங்கள். ക്രൂശുമായി പോകുക. சிலுவை சுமந்து கொண்டவராக செல்லுகிறார். ശരീരവാസകലനം മുറിവേറ്റു. சரீரம் முழுவதும் காயம் கொண்டவராக തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു. தலையில்
തലയിൽ മുൾക്കിരീടം അവന്റെ ചൂടിയവരാக താടിരോമം വലിച്ചു പറിക്കപ്പെട്ടു. അവന്റെ താടി മുടിയെ അവൻ ഇടിക്കപ്പെട്ടവരാக കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് പോലെ പോയി. അടിക്കപ്പെടുമ്പടി കൊണ്ട് ചെല്ലപ്പെട്ട ആട്ടുകുട്ടിയെ പോലെ പോയി. വഴിയിലെത്തിയപ്പോൾ അവൻ വീണു. വടിമത്തിയിൽ വിടുന്നു വിട്ടാൻ അവന് ക്രൂശ് ചുമപ്പാനുള്ള ശേഷിയില്ല. സിലുവെ ചുമക്കുമ്പടി അവൻ ത്രാണിയറ്റവനാണ്. പിതാവിന്റെ സിംഹാസനത്തെ നോക്കി പിതാവൻ സിംഹാസനത്തെ പിതാവേ നലറി വിളിക്കാൻ തുടങ്ങി. പിതാവേ എന്റെ അലറത്തുടങ്ങുക. അപ്പോൾ യെശയ്യാവിന്റെ വാക്കെഴുന്നേറ്റ് വന്നു. യേശാവിന്റെ വാർത്തകൾ നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ ദൈവമാണോ, ഞാനും ദേവൻ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ഉനക്ക് ഉദവി ചെയ്വേൻ. ഉടനെ ദൈവം കുറേനക്കാരനായ ശീമോനെ വരുത്തി. ദേവൻ പിറകെ സീമോനെ ആ കൊണ്ടുവന്നാർ. ശീമോൻ ക്രൂശ് ചുമന്നു അത് സീമോൻ സിലുവയെ സുമന്നാൻ. ഗൊൽഗൊത്തായിലേക്ക് പോയി. ഇതോ ഗൊൽഗൊഥാവുക്ക് ചെന്റാർ. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ കപാലസ്ഥലം എன்கிற இடத்திலிருந்து போய் ക്രൂശ് അവിടേക്ക് കിടത്തി. സിലുവയെ അங்கே പടുക്ക வைத்து പടയാളികൾ അവനെ തൂക്കിയെടുത്തു. ഓർ ചെവരവനെ തൂക്കി അവൻ എടുത്തു. ധരിച്ച അങ്കി ഇങ്ങോട്ട് ഉരിഞ്ഞെടുത്തു. അവന്റെ വസ്ത്രിയെ ഊരിയെടുത്ത് അവനെ ക്രൂശിലേക്ക് എടുത്ത് തൂക്കിയിട്ടു. അവനെ സിലുവയിലെ തൂക്കി ഒരു പോട്ടാർ. പടയാളി കൈ വലിച്ചു നീട്ടി. ഒരു പോയിച്ചവൻ കരത്തെ നീട്ടി മറ്റൊരു പടയാളി ആണി തറയിൽ ഉരച്ചു. വേറൊരുവൻ ആണി തറയിലെ അവന്റെ മിനുസപ്പെടുത്തിനാർ. കരങ്ങളിൽ ആണികൾ അടിക്കാൻ തുടങ്ങി. അവരുടെ കരങ്ങളിൽ ആണി അടിക്ക രണ്ട് തുടങ്ങിനാർ. കരങ്ങളിലും ആണികൾ അടിച്ചു. இரண்டு கரங்களிலும் ஆணி അവർ அடித்தார். കാലുകൾ ചേർത്ത് വെച്ചു. கால்களை சேர்த்து ആ வைத்தார்கள். വലിയ ആണികൾ അടിച്ചിറക്കി. அந்த பெரும் ஆணிகளை அடித்து ആണി இறக்கினார்கள். ക്രൂശ് മറിച്ചിട്ടു. சிலுவை மறித்து கவிழ்த்து போட்டார்கள். ആണികളുടെ മറുഭാഗം അടിച്ചു പരത്തി. ஆணிയുടെ മറുപടി അടിத்து വീശിനാர்கள். അതിനുശേഷം അവർ ഏലേലം പാടാൻ തുടങ്ങി. அதற்கு எழுப்ப അവർ தொடங்கினார்கள். കയറിട്ട് യേശുവിനെ ക്രൂശിൽ തൂക്കിയ. அவர்கள் கயிறினால் கட்டி இயேசுவை അവൻ சிலுவையில் தூக்கினார்கள். ക്രൂശിൽ തൂങ്ങിയിരിക്കുന്നു. இதோ சிலுவையிலே தொங்குகிறார். ആശ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ மோசே தாமிர சர்ப்பத்தை உயர்த்தியது போல ആകാശത്തിനും ഭൂമിക്കും മധ്യ അവൻ തൂക്കപ്പെട്ടിരിക്കുന്നു. வானத்துக்கு பூமிக்கு மத்தியில் അവൻ தொங்குகிறார். പിതാവിനെ നോക്കി அவர் பிதாவை അവൻ பார்த்தார். അലറി വിളിച്ചു, அலறத் தொடங்கினார். എലോഹീം, എലോഹീം, எலோஹீம், എലോഹീം, எலோஹீம், ലമ്മാ സബക്താനി. லம்மா சபக்தானி. എന്റെ ദൈവമേ, என் தேவனே, എന്റെ ദൈവമേ, என் தேவனே, നീ എന്നെ കൈവിട്ട് കളഞ്ഞതെന്താ? ஏன் என்னை கைவிட்டு? അപ്പോൾ യെശയ്യാവിന്റെ വാക്ക് എഴുന്നേറ്റ് വന്നു. ஒருவனே ஏசாயின் வார்த்தைகள் നീ வருகின்றன. ഭ്രമിച്ചു നോക്കേണ്ട, நீ கலங்காதே, ഞാൻ നിന്റെ ദൈവമാണ്. நானும் தேவன். എന്റെ നീതിയുടെ കരത്തിൽ നിന്നെ താങ്ങും. என் நீதியின் கருத்தினால் உன்னை தாங்குவேன். യേശുവിന്റെ നാക്ക് വറ്റി ഉണങ്ങുകയാ. இயேசு நாவு வறண்டு உலக ശരീരവാസകലനും മുറിവേറ്റിരിക്കുന്നു. ஒட்டுமொத்தமாய் തന്റെ காயப்பட்டவனாக ആത്മാവ് മരണത്താഴ്വരയിൽ യാത്ര ചെയ്യുന്നു. ஆத்மா மரணத்து சாவுக்கு അവൻ ஏதுவான പിതാവിനെ നോക്കി അലറി. பிதாவை பார்த்து ഒരു அலறினார். പാവിയെ പോലെ, ஒரு பாவியை പ്രിയ போல ദൈവ പൈതലേ, ഞാൻ ദൈവത്തിന്റെ പിള്ളയെ നിന്റെ പാപത്തിന്റെ നന്ദന മറയ്ക്കുവാൻ உன் പാപത്തെ നിർവാണത്തെ മശിഹായുടെ മറയ്ക്കുവാൻ രക്തം ചിന്തപ്പെട്ടിരിക്കുന്നു. மீட்புடைய രക്തം ഇന്ന് சிந்தப்பட்டது. രാത്രി ആ ക്രൂശിൽ നിന്ന് കേൾക്കുന്നില്ലേ? இன்றைக்கு ராத்திரி அந்த சிலுவையில் இருந்து അവൻ ஜெனிக்கிறதோ. ദൈവസിംഹാസനത്തെ നോക്കി വിളിക്കുന്നു, அவன் தேவ சிங்காசனத்தை நோக்கி அலறுகிறான். എലോഹീം, എലോഹീം, ലമ്മാ സബക്താനി. எலோஹி எலோஹி லமா சபக்தானி. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് കളഞ്ഞതെന്താ? என் தேவனே, ஏன் என்னை ഇപ്പോൾ അവൻ கைவிட்டு? തകർക്കപ്പെടുകയാണ്. அவர் நொறுக்கப்படுகிறார். അവന്റെ രക്തം ഭൂമിയിലേക്ക് ഇറ്റിറ്റ് വീണു. அவருடைய രക്തം ഭൂമിക്ക് ആ ചിന്തപ്പെടുகிறது. രക്തമാണ് അവസാനം ചൊരിഞ്ഞ രക്തം. அந்த രക്തമേ കടീശാக ചിന്തപ്പെട്ട രക്തം. ഏതിന് പുറത്തൊരു രക്തം ചൊരിഞ്ഞതുപോലെ ഏതെനിക്ക് വെളിയെ രക്തം ചിന്തപ്പെട്ടത് ഇതാ പോലെ കാൽവറിയിൽ അവസാന രക്തം ഇറ്റിറ്റ് വീണു. ഇത് കൽവാരി കടീശ ചൊട്ട് ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. அந்த രക്തത്തിൽ അഭിക്കപ്പെട്ടവരെ നാം. ഇന്ന് നമുക്കൊരു രക്തച്ചൊരിച്ചിലില്ല. ഇന്നേക്ക് നമുക്ക് രക്തം ചിന്തൽ ഇല്ല. പക്ഷേ രക്തം ചൊരിഞ്ഞാലേ വിമോചനമുള്ളൂ. ஆனால் രക്തം ചിന്തപ്പെട്ടാലേ மீட்பு உண்டு. ആ രക്തച്ചൊരിച്ചിൽ കാൽവറിയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. அந்த രക്തം ചിന്തൽ കൽവാരിയിൽ നാം നിറവേറ്റപ്പെട്ടാൽ ദൈവത്തിങ്കലേക്ക് മടങ്ങി പോകുവാൻ ദേവനിടത്തിലെ നാം തിരുമ്പുമ്പടി ഒന്നാമത് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം. முதலாவதாக தேவனுடைய கிருபை நமக்கு தேவை. ഇതുപോലെ യേശുവിന്റെ രക്തം വേണം. இப்படியாக இயேசு ரத்தம் நமக்கு தேவை. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ வேதாகமத்தை புரட்டுகையில் ഒരു ദൈവഭക്തന് ഈ രക്തവുമായിട്ടുള്ള ബന്ധം ஒரு എന്താണ്? தேவபக்தருக்கு இந்த ரத்தமாக உள்ளான தொடர்பு என்ன? ഇസ്രായേലിനോട് 4 പ്രാവശ്യം ദൈവം രക്തച്ചൊരിച്ചിൽ ആവശ്യപ്പെട്ടല്ലോ. இஸ்ரவேலிலே 4 கட்டங்களில் ரத்தம் சிந்த வேண்டும் என்று தேவன் தாமே എന്നാൽ வேண்டிக்கொண்டார். യേശുവിന്റെ രക്തം കാൽവറിയിൽ ഒഴുകുമ്പോൾ ஆனால் இயேசு ரத்தம் கல்வாரியில் சிந்தப்பட்டது ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങുകയാണ്. வானத்துக்கும் பூமிக்கும் மத்தியில் தொங்குகிறதான ആ ഭൂമിയിലേക്ക് വീണ
രക്തം ഭൂമിയിലെ ചിന്തപ്പെട്ട രക്തം 4 ദിശകളിലേക്ക് ഒഴുകി. 4 ദിശയ്ക്ക് ഓടിയത്. ഒന്നാമത് ആ രക്തം കൃപായുഗത്തിലേക്ക് ഒഴുകി. முதலாவதாக அந்த രക്തം കൃപയിൻ കാലത്തേക്ക് 2000 വർഷമായി ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 2000 ആണ്ടുകളാக அந்த രക്തം இப்போது பாய்ந்து ആ ஓடிக்கொண்டிருக்கிறது. രക്തമത്രേ നമ്മെ വീണ്ടെടുത്തത്. அந்த രക്തമേ നമ്മை மீட்டுக்கொண்டது. രണ്ടാമത് ആ രക്തം ഒഴുകിയത് പാതാളത്തിലേക്കായിരുന്നു. இரண்டாவதாக இந்த രക്തം പാതാളത്തേക്ക് ചിന്തിച്ചു. എന്താണ് സക്കറിയാവ് പറഞ്ഞത്? സഖറിയാ ചൊല്ലുതന്നെ, നിന്റെ നിയമരക്തത്താൽ ഞാൻ ബദ്ധന്മാരെ വിട്ടയക്കാം. உம்முடைய உடன்படிக்கை രക്തத்தினால் நான் சிறைப்பட்டவர்களை விடுதலையாக்குவேன். പഴയ നിയമ നീതിമാന്മാരുടെ വിടുതലിനായി പഴയ ഏർപ്പാട്ട് പരിശുദ്ധ വിടുതലയ്ക്കാக യേശുവിന്റെ രക്തം പാതാളത്തിലേക്ക് ഒഴുകി. യേശു രക്തം പാതാളത്തേക്ക് പാய்ந்தது. മൂന്നാമത് ആ രക്തം ഒഴുകിയത് യഹൂദന് നേരെയായി. മൂന്നാമதாக யூதனுக்கு நேராக இந்த രക്തം ചിന്തപ്പെട്ടது. ന്യായവിധിയുടെ രക്തമായിരുന്നു. அந்த രക്തം ന്യായത്തീർപ്പിന്റെ രക്തം. ആ രക്തത്താൽ യഹൂദൻ ഏറെ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നു. அந்த രക്തത്തിനാലേ യൂദൻ അധികமாக ചിത്രവதைக்குள்ளாக்கப்பட்டான். നാലാമതായി രക്തം പോയത് നിത്യതയിലേക്കാണ്. നാലാമதாக இந்த രക്തം നിത്യத்துக்கு പാய்ந்தது. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അതിനാൽ പിറകെ പുരിഞ്ഞു കൊള്ളலாம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവനുക്ക് മഹിമ ഉണ്ടാവதாக. നാം ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുവാൻ നാം ദേവനിടത്തേക്ക് തിരുമ്പുമ്പടി ഒന്നാമത് ദൈവകൃപ വേണം. முதலாவதாக தேவனுடைய கிருபை தேவை. അത് രക്ഷ തുടങ്ങി രൂപാന്തരം വരെ, രക്ഷിപ്പ് മുതൽക്കൊണ്ടേ മറുമാക്കപ്പെടുതൽ വരെ. രണ്ടാമതായി യേശുവിന്റെ രക്തം വേണം. രണ്ടാമதாக യേശു രക്തം தேவை. അത് വീണ്ടെടുക്കപ്പെടുന്നത് തുടങ്ങി നിത്യത വരെ. അത് மீட்பு முதற்கொண்டு நித்தியம் வரை. ഒന്നാമതായി ഈ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങുകയാണ്. முதலாவதாக இந்த രക്തം നമ്മை വിലയ്ക്ക് വാങ്ങുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ വെളിപ്പാട് വിശേഷം 5-ാം അധികാരം 9-ാം വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. പരലോകത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ആട്ടുകുട്ടിയാണവരെ നീർ അടിക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ആട്ടുകുട്ടിയെ നീർ അടിക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ സകല ജാതികളിൽ നിന്നും നീ അനേകരെ വിലയ്ക്ക് വാങ്ങി. ഉമ്മുടെ രക്തത്തിനാൽ പല ജാതികളിൽ നിന്നും അനേകരെ നീർ വിലയ്ക്ക് വാങ്ങുന്നീർ. എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയത് ആരാണ്? ഞാനും നിങ്ങളെയും യാരാൽ മീட்கപ്പെട്ടു? അത് പൊന്നും വെള്ളിയുമല്ല, അത് പൊന്നിനാലോ വെള്ളിയിനാലോ യേശുവിന്റെ രക്തത്താലാണ്. യേശു രക്തത്തിനാൽ മറ്റുമേ. വിശുദ്ധ പൗലോസ് തന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നു. പരിശുദ്ധ പൗലോസ് തന്റെ പ്രസംഗത്തിൽ പോയി ചൊല്ലുகின்றான், തന്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധ സഭ, തന്റെ പരിശുദ്ധ രക്തത്തിനാൽ വീട്ടുകൊള്ളപ്പെട്ടതാണ് പരിശുദ്ധ സഭ. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. നിങ്ങൾ പിശാചை എതിർത്ത് നിൽக்க வேண்டும். സാത്താനേ നിനക്ക് എന്റെ മേൽ അധികാരമില്ല. സാത്താനേ ഉനക്ക് എന്റെ മേൽ അധികാരമില്ല. എന്റെ കർത്താവായ യേശു തന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി. എന്റെ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ എന്നെ വീട്ടുകൊണ്ടാർ. അവിടെ തീരുന്നില്ല. അങ്ങേ മുട്ടിപ്പറവില്ലേ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ റോമനിരുപത്തിക്ക് വരുന്ന വേളയിൽ 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും 3-ാം അധികാരം 25-ാം അവസരത്തിലും അതിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും 5-ാം അധികാരം 9-ാം അവസരത്തിലും പൗലോസ് പറയുന്നു, ഈ രക്തം നമ്മുടെ പ്രായശ്ചിത്തത്തിന്റെ രക്തമാണ്. പൗലോസ് சொல்லுகின்றார், இந்த രക്തം നമ്മുടെ പ്രായശ്ചിത്തത്തിന്റെ രക്തം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചില വേളയിൽ തവറുകൾ സംഭവിച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും അത് മറക്കരുത്. സഹോദരങ്ങളെ, സഹോദരരെ, ഒരുപോതും മറയ്ക്കുമ്പടിയാക ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. അപ്പടി ഒരുപോതും ജീവിതത്തിൽ സംഭവിക്കലാകാതെ. ദൈവം 2 പ്രാവശ്യം ഭൂമിയിൽ ഇറങ്ങി വന്നു. ദേവൻ 2 തരം ഭൂമിക്ക് ഇറങ്ങി വന്നാർ. 2 പ്രാവശ്യവും മനുഷ്യൻ ദൈവത്തെ വിട്ടോടി. 2 സന്ദർഭങ്ങളിലും മനുഷ്യൻ ദേവനെ വിട്ട് ദൂരം ചെന്നാൽ പാപവും നമ്മിൽ കുടിയേറരുത്. இந்த 2 பாவம் நமக்குள்ளே குடிபோக கூடாது. ആദാമിന്റെ പാപം, முதலாவதாக ஆதாமின் பாவம். ആദാം നിയമം ലംഘിച്ചതല്ല വിഷയം. ஆதாம் பிரமாணத்தை மீறினது அல்ல காரணம். ആദാം ചില പാവപ്രവൃത്തികളിലേക്ക് എത്തി. ஆதாம் சில பாவத்தின் கிரியைகளுக்கு சென்றான். സ്വന്തം പ്രാപ്തിയാൽ അവൻ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. முதலாவதாக சுயமுயற்சியினால் தன்னுடைய நிர்வாணத்தை மறைக்க முற்பட்டான். ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. இரண்டாவதாக தேவ சமூகத்தை விட்டு ஓடி தன்னை மறைத்துக் கொள்ளபடி முற்பட்டான். മൂന്നാമതായി ദൈവത്തിന്റെ മുൻപിൽ തന്റെ പാപം ഭാര്യയുടെ മേൽ ചുമത്താൻ ശ്രമിച്ചു. மூன்றாவதாக தேவ சமூகத்திலே தன்னுடைய பாவத்தை தன் மனைவியின் மேல் சுமத்த முற்பட்டான். അപ്പോഴാണ് ദൈവം ആദാമിനെ ഏദന് പുറത്താക്കിയത്. இவ்விதமாகவே தேவன் ஆதாமை தோற்றத்துக்கு வெளியே தள்ளினார். ആദാം നിയമം ലംഘിച്ചത് കൊണ്ടല്ല, ஆதாம் பிரமாணத்தை மீறினபடியால் എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ஆண்டவரை தவறாக செய்து விட்டேன், ആ തെറ്റിന് ഞാനാണ് കാരണക്കാരൻ இந்த தவறுக்கு நானே காரணக்காரன் എന്ന് ആദാം ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ இப்படி ஆதாம் அறிக்கையிட்டிருந்தால் ദൈവത്തിന്റെ കരുണയുടെ കരത്താൽ അവനെ സംരക്ഷിക്കുമായിരുന്നു. தேவன் தம்முடைய இரக்கத்தின் கரத்தினால் அவனை அரவணைத்திருப்பார். എന്നാൽ ആദാം
ആദാമിന് എന്ത് സംഭവിച്ചു? ஆனால் ஆதாமுக்கு நேர்ந்ததென்ன? ഒന്ന്, സ്വയം നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. தன் நிர்வாணத்தை தானே மறைக்க முற்பட்டான். രണ്ട്, തന്റെ തെറ്റ് മറ്റൊരാൾമേൽ പഴിചാരാൻ ശ്രമിച്ചു. இரண்டாவதாக தன்னை தவறுக்குள்ளான குறையை வேறொருவர் മൂന്ന്, சுமத்த முற்பட்டான். ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. மூன்றாவதாக தேவனுடைய பார்வை விட்டு അപ്പോഴാണ് ദൈവം പറഞ്ഞത്, മുള്ളും പറക്കാരെയും കിളിർക്കും. ஆகவே தேவன் சொன்னான், முட்களையும் நெரிஞ்சிலும் முளைக்கும். ഒരിക്കലും പഴയ മനുഷ്യന്റെ പാവം നമ്മുടെ മേൽ ഉണ്ടാകരുത്. ஒருபோதையும் பழைய மனித பாவம் நமக்குள்ளே பிரவேசிக்கலாகாது. ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ நம்முடைய ஜீவிதத்தில் ஏதாவது தவறு இருக்கும் என்றால் അത് മറ്റാരുടെ മേലും പഴിചാരരുത്. அது பிறர் மேல் குற்றம் சுமத்த வேண்டாம். ദൈവത്തിന്റെ മുമ്പിൽ സ്വയം നീതിക്ക് നിങ്ങൾ തുനിയരുത്. தேவனுக்கு முன்பாக சுயமாக நீதிகரிக்க முற்பட സകലവും வேண்டாம். നഗ്നമായ അവന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ മറയ്ക്കാൻ ശ്രമിക്കരുത്. எல்லாம் அவருடைய கண்களுக்கு முன்பாக நிருபணமாகவும் வெளிப்படையாகவும் நிர்வாணமாக இருக்கின்றன. ஆகிய முற்பட வேண்டாம். കർത്താവേ, എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ஆண்டவரே, இவ்விதமாக சம்பவித்தது என்று சொன்னால் നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയത്തില്ല. நம்முடைய கர்த்தர் ஒருபோது நம்மை தள்ளிவிட നമ്മൾ மாட்டார். ഒരിക്കലും പാപത്തെ മറക്കരുത്. ஒருபோது நாம் பாவத்தை மறைக்க வேண்டாம். ആത്മാർത്ഥതയോടെ കർത്താവിന്റെ അടുക്കൽ പോകേ. உத்தமமான உள்ளத்தோடு கர்த்தரை சமீபிக்க നമുക്കൊരു வேண்டும். നിർമ്മല മനസ്സാക്ഷി കിട്ടും. நமக்கு குற்றமற்ற மனசாட்சி கிடைக்கும். രണ്ടാമത് യഹൂദന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. இரண்டாவதாக யூதனிடத்திலே தேவன் അപ്പോ இறங்கி வந்தார். യഹൂദന്റെ അവസ്ഥ എന്താണ്? அப்போது யூதனுடைய நிலவரம் അവൻ என்ன? പറഞ്ഞു, ഞങ്ങൾ ആർക്കും അടിമകളല്ല, அவன் சொல்லுகின்றான், நாங்கள் ஒருவருக்கும் ഞങ്ങൾ அடிமையல்ல. അബ്രഹാമിന്റെ മക്കളാണ്. நாங்கள் ஆபிரகாமின் சந்ததி. യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല, இயேசு சொன்னார், நீங்கள் ஆபிரகாமின் നിങ്ങൾ சந்ததி. പിശാചിന്റെ മക്കളാണ്. நீங்கள் பிசாசின் பிள்ளைகள். സഹോദരങ്ങളെ, പാരമ്പര്യ പിശാച് നമ്മെ കയറി പിടിക്കരുത്. சகோதரை, பரம்பரையின் பிசாசு நம்மை தொற்றிக்கொள்ள അവർ கூடாது. ബാബിലോണിയർക്ക് അടിമയായിരുന്നു. பாபிலோனியருக்கு അമിതமாக അവർ സംഭവിച്ചது. ഗ്രീക്കുകാർക്ക് അടിമയായിരുന്നു. எகிப்துக்காரர்களுக்கு അമിതமாக അവർ ஆயிற்று. റോമാക്കാർക്ക് അടിമയായിരുന്നു. ரோமக்காரர்களுக்கு அமிதமாக പക്ഷേ അവർ സംഭവിച്ചது. പറയുന്നത് ഞങ്ങൾ അടിമയല്ല. ஆனால் அவர்கள் சொல்லுகின்றார்கள், நாங்கள் அடிமைகள் அல்ல. മൂന്നാമതായിട്ട് അവരെന്ത് പറയുന്നു? மூன்றாவது அவர்கள் சொல்லுவது என்ன? ഞങ്ങൾ ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കും. நாங்கள் வாரத்திலே 3 தரம் நாங்கள் உபவாசம் எடுக்கிறோம். നേടുന്നതിനെല്ലാം ഞങ്ങൾ പതാരം കൊടുക്കും. கிடைக்கிற அத்தனை தசமமாக கொடுக்கிறோம். ഇതാണ് പെന്തിക്കോസുകാർക്ക് പറ്റുന്ന അബദ്ധം. இதுதான் பெந்தேகோஸ்தருக்கு சம்பவிக்கிறதான അവർക്ക് பின்னடைவு. അവരുടേതായ കുറച്ച് നീതിയുണ്ട്. அவருக்கு தங்களுடையான சுய நீதிகள் യേശു നോക്കിയിട്ട് പറയുന്നു, വെള്ളതേച്ച ശവക്കല്ലറകളെ, இயேசு பார்த்துக்கொண்டு சொல்லுகின்றார், வெள்ளையடிக்கப்பட்டதான നിന്റെ പുറം വെളുത്തിരിക്കുന്ന അഹമോ ചീഞ്ഞു നാറുന്നു. வெளியரங்கமாக வெண்மையாக இருக்கிறாய், உள்ளே பிரேதம் நாறுகின்றது. പിന്നെ അവരുടെ അഭിമാനം എന്തെന്നറിയാമോ? அவருடைய மேன்மை என்ன தெரியுமோ? മനോഹരമായ ദേവാലയം. மேன்மையான தேவாலயம். കർത്താവേ, കണ്ടില്ലേ ഈ ദേവാലയം? ஆண்டவரே, இந்த தேவாலயத்தை காணீரா? ഇതിന്റെ കൊത്തുപണിയൊക്കെ കണ്ടില്ലേ? இதோட அலங்கார வளைவுகளை യേശു காணீரோ? തിരിഞ്ഞു നിന്ന് പറയുക, இயேசு திரும்பி பார்த்து ഇത് சொல்லுகிறார், കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. ஒரு கல்லின் மேல் மற்றவர்கள் மிஞ்சிராதபடி இது ഇല്ല, அழிக்கப்படும். നമ്മുടെ ഒരഹങ്കാരവും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. நம்முடைய வேற்றுமைகளை தேவன் பிரியப்படுவதில்லை. നമ്മുടെ പ്രസ്ഥാനത്തെ ചൊല്ലി അഹങ്കരിപ്പാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. நம்முடைய ஸ்தாபனத்தை சொல்லி நாம் மேன்மை பாராட்டுவதை தேவன் നമ്മുടെ விரும்பவில்லை. പ്രതിഷ്ഠയെ ചൊല്ലി അഹങ്കരിപ്പാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. நம்முடைய பிரதிஷ்டை சொல்லி மேன்மை பாராட்டுவதை தேவன் விரும்பவில்லை. നമ്മുടെ ജീവിത വിശുദ്ധിയെ ചൊല്ലി അഹങ്കരിപ്പാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. நம்முடைய ஜீவியத்தின் பரிசுத்தத்தை சொல்லி மேன்மை பாராட்டுவதை ഇല്ല, தேவன் விரும்பவில்லை. അങ്ങനെയൊന്നും നമ്മിൽ കുടിയേറുമ്പോൾ அமிதமாக நமக்குள்ளே பிரவேசிக்கின்ற வேளையில் യേശു നമുക്ക് ഇടർച്ച കല്ലും തടങ്ങൽ പാറയുമായി മാറുക. இயேசு நமக்கு இடுதல் கல்லும் தடைப்பாறையாக காணுவார். കർത്താവായ യേശുവിന്റെ രക്തം പ്രായശ്ചിത്തത്തിന്റെ രക്തമാണ്. கர்த்தராகிய இயேசு கிறிஸ்து ரத்தம் பிராயச்சித்தத்தின் ரத்தம். മൂന്നാമതായി നോക്കുമ്പോൾ மூன்றாவதாக பார்க்கின்ற മത്തായിയുടെ வேளையில் സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ மத்தேயு சுவிசேஷம் 26-ஆம் அதிகாரம் 2-ஆம் வசனத்தில் നമ്മുടെ കർത്താവായ യേശു പറയുന്നു, கர்த்தராகிய இயேசு கிறிஸ்து ഇത് சொல்லுகிறார், പുതിയ നിയമത്തിന്റെ രക്തമാണ്. இதோ இது புதிய ஏற்பாட்டின் ரத்தம். പഴയ നിയമത്തിനൊരു രക്തം ഉണ്ടായിരുന്നു. பழைய ஏற்பாட்டுக்கு ரத்தம் இருந்தது. അത് മോശ ജനത്തിന്റെ മേൽ തളിച്ച രക്തമാണ്. அந்த ரத்தம் மோசே ஜனத்தின் மேல் தெளித்தான். എന്നാൽ ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ്. ஆனால் இது புதிய ஏற்பாட்டின் ரத்தம். 3.5 വർഷം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചല്ലോ. 3 ஆண்டுகளை நான் உங்களுக்கு ആ பிரசங்கம் பண்ணினேன். പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെയാണ്. நான் சொன்ன காரியங்கள் எல்லாம் அமிதமாக മോശ കൽപ്പന വായിച്ച ശേഷം மோசே கற்பனையை வாசித்த பின்னர் രക്തമൊഴിച്ച് പ്രമാണത്തെ ഉറപ്പിച്ചതുപോലെ ரத்தம் சிந்தை பிரமாணத்தை ഇതാ உறுதிப்படுத்தியது ഞാൻ போல നിങ്ങളോട് പ്രസംഗിച്ചതൊക്കെ நான் உங்களுக்கு சொன்ன எல்லா ഈ காரியங்களும் രക്തത്താൽ ഉറപ്പ് இந்த വന്നിരിക്കുന്നു. ரத்தத்தினால் உறுதிப்படுத்த നമ്മുടെ வேண்டும். യേശുവിന്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയ രക്തമാണ്. நம்முடைய இயேசு ரத்தமை மீட்டுக் கொண்ட ரத்தம். നമ്മുടെ കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചപ്പോൾ நம்முடைய கடந்த கால பாவத்தை നമ്മുടെ அனுதாபப்பட்ட வேளையில் പാപത്തിന് പ്രായശ്ചിത്തമായത് ഈ രക്തമാണ്. நம்முடைய பாவத்துக்கு பிராயச்சித்தமாக மாறியது വീണ്ടും இந்த ദൈവം ரத்தமே. നമ്മോട് ചെയ്തിരിക്കുന്ന மேலும் தேவன் நமக்கு ആ செய்திருக்கிறதான നിയമത്തിന്റെ രക്തമാണ് ഈ രക്തം. அந்த உடன்படிக்கை ரத்தமே இந்த ரத்தம். വീണ്ടും യോഹന്നാൻ പറയുന്നു, மேலும் யோவான் சொல்லுகிறார், നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. நாம் பாவமில்லை என்போமானால் நம்மை மோசம் നമ്മുടെ போக்குகிறோம். പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ நம்முடைய
പാപങ്ങൾ അറിക്കയിട്ടാൽ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സകല നീതിയെ പോക്കി നമ്മെ പരിശുദ്ധം യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കും. യേശു രക്തം നമ്മെ പരിശുദ്ധം ഈ സത്യം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ. இந்த சத்தியத்தை நீங்கள் சரியாக அறிந்து கொள்ள வேண்டும். നമ്മളാരും കപടഭക്തിയുടെ ദാസരാകരുത്. ഒരുവരാകലും കപടഭക്തിയുള്ള ചിലപ്പോഴെല്ലാം നാം നമ്മുടെ പ്രാപ്തി കൊണ്ട് ജീവിക്കാൻ നോക്കും. നാം അനേക സന്ദർഭങ്ങളിൽ നമ്മുടെ ത്രാണിയിനാൽ ജീവൻ ചെയ്യപ്പെടുவோம். മത്തായിയുടെ സുവിശേഷം 5 തുടങ്ങി 9 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു. ഒരു സന്ദർഭത്തിലെ മത്തായി സുവിശേഷം 5-ാമത് അധികാരം മുതൽക്കൊണ്ട് 9 അധികാരം വരെ അപ്പോൾ അതിൽ കർത്താവായ യേശു കുറെ പ്രമാണം പറഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ചില പ്രമാണങ്ങളെ ചൊല്ലിയിരിക്കുകയാണ്. വസ്ത്രത്തിന് പിടിക്കുന്നവന് പുതപ്പൂടെ കൊടുക്കണം. വസ്ത്രത്തെ പിടിക്കുന്നവർക്ക് പോർവയും കൊടുപ്പായ. അയ്യോ, അതെങ്ങനെ നടക്കും? അത് എവിധം സാധ്യമാകും? സഹോദരനെ മൂഢാന്ന് വിളിക്കരുത്. സഹോദരനെ മതികേടനെ അழைக்க വേண்டாം. മോഹത്തിന്റെ അല്ലെങ്കിൽ ഇച്ഛയോടെ ഒരു സ്ത്രീയെ നോക്കിക്കൂടാ. ഇച്ഛയോടെ സ്ത്രീയെ പാർക്കക്കൂടാതെ. അന്യനെ നേരെ നീ ദോഷം നിരൂപിക്കരുത്. പിറനിക്കെതിരാக നീ പൊല്ലാങ്ക എണ്ണ വേണ്ടാം. ആ കാര്യം ഇങ്ങനെ ക്രമമായി വായിച്ചു. இந்த കാര്യങ്ങളെ ഒഴുങ്കാக വാസിத்தேன். പെട്ടെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു, സടിയാക ഞാൻ എണ്ണി പാർത്തேன். ഇല്ല കർത്താവേ, അതൊരിക്കലും സാധ്യമല്ല. ആണ്ടവരേ, ഒരുപോലും ഇത് സാധ്യമല്ല. പറയുന്നത് പോലെ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ കഴിയത്തില്ല. താങ്കൾ சொல்லுகிறபடி ഭൂമിയിൽ എന്ത് മനുഷ്യനാലും ജീവൻ ചെയ്യக்கூடாது. പാപം നിറഞ്ഞ ലോകത്തിൽ, இந்த പാപം நிறைந்த உலகத்தில் ബലഹീനപ്പെട്ട സ്വഭാവത്തിന്റെ ദാസരായ ഞങ്ങൾ, ബലഹീനപ്പെട്ട സ്വഭാവത്തിന് ഞങ്ങൾ അടിമകൾ, നന്മ വസിക്കാത്ത ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട്, നന്മ വാസം பண்ணாத മാംസത്തിൽ കുടിയിരിക്കുന്നതിനാൽ ഒരിക്കലും സാധ്യമല്ല. എങ്ങളാൽ ഒരുപോലും ഇത് സാധ്യമല്ല. ഞാൻ സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ താനാக சொன்னேன், മനുഷ്യനായി ജനിച്ച ആർക്കും ഇത് സാധ്യമല്ല. മനുഷ്യരാக പിറന്ന എവർക്കും ഇത് കൂടാതെ കാര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ രാത്രിയിൽ ദൈവം എന്നോട് ചോദിച്ചു, ദൈവത്തിലെ കേട്ടാൽ അത് മനുഷ്യനാൽ സാധ്യമല്ല ജോസേ. അത് മനുഷ്യനാൽ കൂടാതെ കാര്യം. പക്ഷേ യേശുവിനാൽ അത് കഴിയുമോ? യേശുവിനാൽ അത് കൂടുമോ? ഞാൻ പറഞ്ഞു, അത് യേശുവിനാൽ കഴിയും. ഞാൻ சொன்னேன், യേശുവിനാൽ കൂടും. എന്താണ് അതിന്റെ കാരണം? അതற்கு കാരണം என்ன? ഞാൻ മനുഷ്യനും യേശു ദൈവവുമാണ്. ഞാൻ മനുഷ്യനും യേശു ദേവനുമായി. യേശു പറഞ്ഞാൽ യേശുവിനെ പോലെ കഴിയും. യേശു சொன்னார், യേശുவை போல முடியும். അപ്പോൾ ദൈവം എന്ത് പറഞ്ഞെന്നറിയാമോ? ദേവൻ சொன்னதென்ன தெரியுமா? നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ ഒരു കാര്യം ചെയ്താൽ പോലും. നീ മരിക്കണം. നീ ചാക வேண்டும். പകരം യേശു നിന്നിൽ ജീവിക്കണം. മാറാக യേശു ഉനക്കുള്ള പിழைத்திருக்க வேண்டும். നീ മരിക്കണം. നീ ചാക வேண்டும். യേശു നിന്നിൽ ജീവിക്കണം. യേശു ഉനക്കുള്ള പിழைத்திருக்க வேண்டும். അങ്ങനെയെങ്കിൽ നിശ്ചയമായും അത് നിനക്ക് നിവർത്തിക്കാം. அப்படி என்றாகவே அது உனக்கு சாத்தியமாகும். അതത്രേ ക്രിസ്ത്യ ജീവിതത്തിന്റെ രഹസ്യം. அதுவே கிறிஸ்தவ ஜீவிதத்தினுடைய சாராம்சம். നാം മരിക്കണം പ്രിയമുള്ളവരെ. അരുമയാനവர்களே, നാം ചാക வேண்டும். പകരം യേശു ജീവിക്കണം. നിത്യமாக യേശു പിழைக்க வேண்டும். അങ്ങനെയെങ്കിൽ വസ്ത്രത്തിന് പിടിച്ചാൽ അവന് പുതപ്പൂടെ കൊടുക്കാം. அப்படி என்றால் വസ്ത്രത്തിന് പിടിച്ചാൽ പോർവയും കൊടുക്കാം. യാതൊരു സംശയവുമില്ല. അതിർക്കെന്ത് സന്ദേഹവുമില്ല. യേശു കരുണയുള്ളവനായി. യേശു இரக்கத்தின் தேவன். ഞാൻ കർത്താവായ യേശുവിനെ കണ്ടത് കരുണയുടെ രൂപത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവെ இரக்கத்தின் സ്വരൂപിയാக കണ്ടேன். ഞാൻ ഒരിക്കൽ ഒരു പാസ്റ്ററുടെ താമസിക്കുമായിരുന്നു. ഒരു സന്ദർഭത്തിലെ ഒരു പാസ്റ്ററുമാക ഞാൻ തങ്ങിയിരുന്നു. അദ്ദേഹം രാത്രിയിൽ കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും. രാത്രിയിൽ അഴുകിന്റെ ശബ്ദം കേട്ടேன். താൻ രോഗിയായിരുന്നു. വ്യാധിയാக இருந்தார். ഞാൻ പാതിരാത്രിയിൽ തന്റെ റൂമിൽ പോയി നോക്കും. രാത്രി അവിടെ അറക്കി ചെന്ന് പാർത്തേൻ. ഇങ്ങനെ താഴെ ഇരുന്ന് എന്തൊക്കെയോ പറയുക. അവർ താനാக എഴുമ്പി ഏതോ ചൊല്ലിക്കൊണ്ടിരുപ്പാർ. ശരീരത്തിലൊക്കെ വ്രണങ്ങളുണ്ട്. അവിടെ ശരീരത്തിലെല്ലാം പുൺകൾ ഇരുന്നേ. അതിന്റെ വേദന കൊണ്ട് കരയുന്നതായിരിക്കാം. അതിന്റെ വേദനയാൽ ചില വേള അഴുകായിരിക്കണം. ഞാൻ ഇങ്ങനെ കർട്ടൻ മാറ്റി ശ്രദ്ധിച്ചപ്പോ ഞാൻ കേർട്ടനെ മാറ്റി பார்த்தபோது അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ കരയുക. ഒരു കുഴന്തയെ പോലെ അഴുതാർ. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഇതാകെ ചൊല്ലി അഴുതാർ. കർത്താവേ, നിങ്ങൾ നിന്ന് കരുണ പ്രാപിക്കുവാൻ. ആണ്ടവരേ, ഉമ്മിടത്തിൽ ഇറക്കത്തെ പെറുമ്പടി നീ വരുമ്പോൾ കരുണയാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടുവാൻ. നീ വരുന്ന വേളയിൽ ഇറക്കത്തിനാൽ இந்த ശരീരം മനുമാക്കപ്പെടുമ്പടി നിന്റെ കരുണയാൽ ന്യായവിധിയുടെ നാളിനെ രക്ഷപ്പെടുവാൻ. നമ്മുടെ ഇറക്കത്തിനാൽ ന്യായവിധിയുടെ നാളിനെ തപ്പിത്തുകൊള്ളുമ്പടി എന്നെയും കരുണയുള്ള മനുഷ്യനാക്കണമേ. ഭൂമിയിൽ എന്നെയും ഇറക്കമുള്ളവനാക്കുവീരാക. ഞാൻ ഏറിയ നാളുകൾ തന്റെ കൂടെ പാർത്തിരുന്നു. നീടിയ നാட்களாக അവരോട് ഞാൻ തങ്ങിയിരുന്നു. ഞാൻ മറ്റൊരു ശബ്ദവും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടിരുന്നില്ല. വേറെന്ത സത്യത്തെയും അവിടത്തിരുന്ന് ഞാൻ കേൾക്കവില്ല. ഞാൻ ഓർത്തു, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പാർത്തേൻ എതற்காக ഇവിധം താൻ മരിച്ച ശേഷം ദൈവം എന്നോട് പറഞ്ഞു, മരണത്തിற்கு பிறகு தேவனுக்கு சொன்னார், കരുണയുള്ളവൻ ഭാഗ്യവാൻ, അവന് കരുണ ലഭിക്കും. இரக்கம் செய்கிறவன் பாக்கியவான், அவன் இரக்கம் பெறுவான். കരുണയുള്ളവൻ ഭാഗ്യവാൻ, അവന് കരുണ ലഭിക്കും. இரக்கமுள்ளவன் பாக்கியவான், അവൻ இரக்கம் നമ്മുടെ பெறுவான். യേശു വരുമ്പോൾ യേശു വെളിപ്പെടുന്നത് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ இரக்கத்தினால்.
നമ്മൾ അന്തിമ ന്യായവിധിയെ ജയിക്കുന്നത് கடைசி ஆக்கினை தீர்ப்பை மேற்கொள்வது ദൈവത്തിന്റെ കരുണയാലാണ്. தேவனுடைய இரக்கத்தினால். കരുണയുള്ളവൻ ഭാഗ്യവാൻ, இரக்கம் செய்கின்றவன் பாக்கியவான், അവന് കരുണ ലഭിക്കും. அவர் இரக்கம் பெறுவான். ഞാൻ അന്ന് തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി, அன்று முதற்கொண்டு நான் ஜெபிக்கத் കർത്താവേ തുടങ്ങിனேன். ആ ദിനത്തിൽ നിന്റെ കരുണ കണ്ടെത്തുവാൻ ஆண்டவரே அந்த நாளில் உம்முடைய இரக்கம் ഭൂമിയിൽ வரும்படி എന്നെയും കരുണയുള്ളവനാക്കി തീർക്കണം. பூமியில் என்னையும் இரக்கமுள்ளவனாக மாற்றும். നാമും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. நாம் அவ்விதமாக ஜெபிப்போமாக. കരുണയുള്ളവന് സിയോൻ കൊടുത്തെന്നല്ല പറയുന്നത്, இரக்கமுள்ளவனுக்கு சியோன் அருளப்படும். കരുണയുള്ളവൻ യെരൂശലേമിൽ പോയെന്നല്ല പറയുന്നത്, இரக்கமுள்ளவன் எருசலேமுக்கு சென்றான் என்று அல்ல. കരുണയുള്ളവൻ ഭാഗ്യവാൻ, இரக்கமுள்ளவன் பாக்கியவான், അവന് കരുണ ലഭിക്കും. அவன் இரக்கம் பெறுவான். അവൻ കരുണയാൽ ന്യായവിധിയെ ജയിക്കും. இரக்கத்தினால் ஆக்கினை தீர்ப்பை അവൻ மேற்கொள்வான். കരുണയാൽ അവന്റെ ശരീരം രൂപാന്തരപ്പെടും. இரக்கத்தால் தன்னுடைய சரீரம் மறுவாக்கப்படும். അന്തിമ ന്യായവിധിയുടെ നാളിൽ യജമാനൻ പറയും, கடைசி ஆக்கினை தீர்ப்பிலே എനിക്ക് ஆண்டவர் சொல்லுவார், എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ நான் உன்மேல் இரக்கம் கொண்டது போல നിനക്ക് അവനോട് കരുണ തോന്നിക്കൂടായിരുന്നുവോ? உனக்கு அவனிடத்தில் இரக்கம் கொண்டிருக்க வேண்டாமோ? ഏറ്റവും വലിയ പേടിയുള്ള ഒരു കാര്യം അതാണ് പ്രിയപ്പെട്ടവരെ. எனக்கு மிகவும் பயமுள்ள காரியம் அது. അഭിമാനമുള്ള ഞാൻ നരകത്തിൽ പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ല. நான் നരകത്തിലെ പോവേനോ என்று பயக்கவில்லை. ദൈവം എന്നെ തള്ളിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ല. தேவனை தள்ளிவிடுவாரோ என்று பயந்ததில்லை. ഞാൻ കരുണ കാണിക്കാതിരുന്നിട്ട് ആ കരുണയുടെ ദിനം എന്നെ വിട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടാം. நான் இரக்கம் பாராட்டப்படியதினால் அந்த இரக்கம் என்னை விட்டு எடுபட்டு ഞാൻ போகுமோ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം അതാണ്. எல்லா நாளும் நான் ஜெபிக்கிற ஒரு விஷயம் அது. കർത്താവേ, ഭൂമിയിൽ ഒരു കരുണയുള്ള ഹൃദയം തരണമേ. ஆண்டவரே, பூமியில் இரக்கமுள்ளதான இதயத்தை എന്താണ് தருவீராக. അതിന്റെ കാരണം? அதற்கு காரணம் என்ன? കരുണയുള്ളവൻ ഭാഗ്യവാൻ, അവന് കരുണ ലഭിക്കും. இரக்கமுள்ளவன் பாக்கியவானவன் இரக்கம் നമ്മൾ பெறுவான். ആരും കപടഭക്തിക്കാരാകരുത്. நாம் ஒருவராகலும் வேஷபக்தியக்காராக வேண்டாம். കർത്താവിന്റെ അടുക്കൽ പോകണം. நம்முடைய கர்த்தரிடத்தில் நாம் போக കർത്താവേ, வேண்டும். ആ തെറ്റ് ഞാനാണ് ചെയ്തത്. ஆண்டவரே, நானே அந்த தீங்கிழைத்தேன். മറ്റാരും അതിന് കാരണക്കാരല്ല. அதற்கு வேறொருவரும் காரணம் அல்ல. അയ്യോ, അതിനാരും കാരണക്കാരല്ല. அதற்கு வேறொருவரும் காரணம் அல்ல. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. ஆண்டவரே, எனக்கு இறங்கும். ദൈവം നമ്മോട് ക്ഷമിക്കുമോ? தேவன் நமக்கு மன்னிப்பாரா? വേദപുസ്തകം മനുഷ്യന്റെ പാപം ദൈവം ക്ഷമിക്കുന്നതിന് 4 വ്യവസ്ഥ വെച്ചു. வேதாகமம் மனிதனுடைய பாவங்கள் மன்னிக்கப்படும்படி 4 நிபந்தனைகள் வைக்கிறது. ഒന്ന്, യേശു നമുക്ക് പകരം മരിച്ചിരിക്കൊണ്ട്. ஒன்று, நமக்கு பதிலாக இயேசு மரித்திருக்கிறார். രണ്ടാമത്, ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട്. இரண்டாவது, தேவனுடைய உண்மை நிமித்தமாக നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ நம்முடைய பாவங்களை அறிக்கையிட்டால் സകല അനീതിയും പോക്കി சகல நீதியையும் போக்கி നമ്മെ ശുദ്ധീകരിപ്പാൻ நம்மை ഓ பரிசுத்தமாக்கும்படி നമ്മുടെ ദൈവം വിശ്വസ്തൻ. நம்முடைய தேவன் உண்மை ആ, உள்ளவர். നമ്മുടെ ദൈവം വിശ്വസ്തൻ. நம்முடைய தேவன் உண்மை ഇന്ന് உள்ளவர். രാത്രി പ്രിയ ദൈവ പൈതലേ, இன்றைக்கு ராத்திரி அருமையான தேவனுடைய നീ பிள்ளையே, പാപത്തെ മറക്കരുതേ. உன் பாவத்தை மறைக்க നീ வேண்டாம். ദൈവത്തോടെ ഏറ്റുപറയുവീൻ. தேவனிடத்தில் அறிக்கையிடுவாயாக. കർത്താവേ, നിന്റെ നീതി ഹേതുവായി എന്റെ പാപം ക്ഷമിക്കണം. ஆண்டவரே, உம்முடைய நீதித்திரமாக என் பாவங்களை ആ மன்னித்தருளும். ആ പാപം ദൈവം നമ്മോട് ക്ഷമിക്കുമ്പോൾ அந்த பாவங்களை தேவனுக்கு மன்னிக்க അത് ദൈവം ക്ഷമിച്ചു. தேவன் மன்னித்தார். സ്വർഗം മറന്നു. பரலோகம் மறந்தது. പിന്നീട് നമ്മൾ ഇങ്ങനെ കുത്തിയിളക്കാൻ പോകരുത്. மேலும் நாம் அதனை மறுபடியும் தூண்ட வேண்டாம். ചില പ്രാകൃത മനുഷ്യരുണ്ട്. சில ஜென்மசுமாவுள்ள மனிதர்கள் உண்டு. ഇങ്ങനെ മനുഷ്യന്റെ പാപം ആരാഞ്ഞു നടക്കും. மனித பாவத்தை ஆராய்ந்து துருவி பார்ப்பார்கள். ഭൂമിയിൽ അതുപോലെ തരംതാണ മനുഷ്യർ വേറെ பூமி அதுபோல கீழ்த்தரமான மனிதர்கள் இல்லை. അരുത് സഹോദരങ്ങളെ, അരുത്. சகோதரனை ஒருபோதும் அப்படியும் செய்யலாகாது. ആരുടെയും പാപത്തിന്റെ ആഴം നിങ്ങൾ അളക്കരുത്. ஒருவனுடைய பாவத்தின் ஆழத்தை நீங்கள் அளக்க வேண்டாம். ഒരിക്കൽ ദൈവം എന്നെ അതിന് ശാസിച്ചു. ஒரு சந்தர்ப்பத்திலே கர்த்தரனை கடிந்து கொண்டார். ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല. நான் தேவசமத்தை அழுதேன், ஆண்டவரே இனி നീ மாட்டேன். ക്ഷമിച്ച ഒരുവന്റെ പാപത്തിന്റെ ആഴം എനിക്കറിയണ്ട. நீர் மன்னித்த பாவத்தின் ஆழம் எனக்கு தெரிய ഞാൻ தேவையில்லை. അവന്റെ പാപത്തിന്റെ ആഴം തേടാൻ പോകുന്നെങ്കിൽ நான் அவனுடைய பாவத்தின் ஆழத்தை தேட നീ புறப்பட்டால் എന്നേൽപ്പിച്ച പ്രതിയോഗിയായ മറ്റൊരുവൻ എന്റെയും പാപത്തിന്റെ ആഴം തേടും. நீர் எனக்கு எதிராக நியமித்த இந்த சத்துரு என் பாவத்தின் ஆழத்தை കാര്യം கொண்டுவான். ഞാൻ വിതയ്ക്കുന്നതേ ഞാൻ കൊയ്യത്തുള്ളൂ. ஏனென்றால் நான் விதைப்பதை அறுவடை செய்வேன். ഞാൻ കൊടുക്കുന്നതേ എനിക്ക് കിട്ടത്തുള്ളൂ. நான் கொடுப்பதை எனக்கு தரப்படும். ഞാൻ അളക്കുന്ന അളവിനാലേ എന്നെ അളക്കത്തുള്ളൂ. நான் அளக்கும் அளவின்படி எனக்கு அளக்கப்படும். ആകയാൽ അന്യന്റെ പാപത്തെ അളക്കാൻ പോകരുതേ. ஆகியால் பிறருடைய பாவத்தை அளக்கப் போக കർത്താവേ, வேண்டாம். എനിക്ക് കരുണയുള്ള ഒരു ഹൃദയം തരണമേ. ஆண்டவரே, இரக்கமுள்ள இருதயம் தருவீராக. നിങ്ങൾ കരുണ കണ്ടെത്തുവാൻ அந்த நாளிலே நான் இரக்கம் பெறும்படி അതിന് നമ്മൾ താല്പര്യപ്പെട്ടെന്നിരിക്കട്ടെ. அதற்காக நான் விரும்பினால் നമ്മുടെ എല്ലാ വഴികളിലും ഈ കരുണ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. நம்முடைய பாதைகளாம் இந்த இரக்கம் நம்மை பின்தொடர்ந்து வரும். എല്ലാ രംഗങ്ങളിലും അത് നമ്മിൽ വെളിപ്പെട്ടു വരും. எல்லா கட்டங்களும் இது வெளிப்படும்.
வெளிப்பட்டு வரும். ஆகையால் கருணையுள்ள ஹிருதயத்தினாய் நமக்கு தெய்வத்தோடு அபேட்சிക്കാം. ஆகையால் இரக்கமுள்ள இதயத்துக்காக தேவனிடத்திலே விண்ணப்பிப்போம். അടുത്തതായി യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുന്നത് യേശു രക്തത്തെ കുറിച്ച് മേലും അത് ചൊല്ലുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തരും. അത് നമ്മുടെ ഹൃദയത്തിற்கு സമാധാനത്തെ തരവല്ലത്. ആരാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്? നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത് കഴിഞ്ഞ കാലത്തിലെ പാവങ്ങൾ, നമ്മുടെ கடந்த காலத்தில் சம்பவித்த பாவமே, അറിയായ്മയുടെ പാവം ദൈവം ക്ഷമിച്ചു. அறியாமையின் காலங்களை தேவன் மன்னித்தார். നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, நன்மை செய்யும்படியான வாஞ்சையும் ചെയ്യാത്ത തിന്മയ്ക്കൂടെ തിന്മ ഇങ്ങനെ പിൻഗമിക്കുക. ஆனால் விரும்பாத தவறுகள் மறுபடியும் മനസാക്ഷിയിൽ ഒരുപാട് മുറിവുകളുണ്ട്. മനസാക്ഷി അനേകം കായങ്ങൾ ഇരിക്കുന്നു. ആരോട് പോയി പറയും? யாரிடத்தில் சொல்லுவேன்? മറ്റൊരാളോട് പറഞ്ഞാൽ വേറൊരിടത്തിലെ சொன்னால் ആ കണ്ണുകൊണ്ട് നമ്മളെ കാണും, அந்த நோக்கத்தோடு பார்வையாக நம்மை അവർ നമ്മെ பார்ப்பார்கள், വിധിക്കും. அவர் நம்மை நியாயம் தீர்ப்பார்கள். എത്രയോ പേരിങ്ങനെ നീറി നടക്കുക. எத்தனை விதமாக துக்கத்தோடு ഇല്ല நடக்கின்றார்கள். സഹോദരങ്ങളെ, നിങ്ങളുടെ പാവങ്ങളൊന്നും നിങ്ങൾ മനുഷ്യരോട് പറയണ്ട. சகோதரரை, உங்கள் பாவங்களை மனிதனிடத்தில் சொல்ல வேண்டாம். നിങ്ങൾക്ക് കരുണയുള്ള ഒരു കർത്താവുണ്ട്. உங்களுக்கு இரக்கமுள்ள ஒரு கர்த்தர் ആ இருக்கிறார். കർത്താവിന്റെ അടുക്കൽ പോയി കരുണ அந்த യാചിച്ചാട്ട് கர்த்தரிடத்தில் போய் இரக்கத்திற்காக வேண்டிக் கொள்ளுங்கள். ഞാൻ ഒരിക്കൽ ഒരു ഫെയ്ത്തോമിലായിരിക്കുമ്പോൾ ஒரு சந்தர்ப்பத்திலே ஒரு விசுவாச வீட்டில் ഒരു இருந்தபோது സാധുവായ പെൺകുട്ടി ഒരു കുഞ്ഞുമായി വന്നു. ஒரு ஏழை பெண் பிள்ளை ஒரு பிள்ளையுமா குழந்தை അവളുടെ ഭർത്താവ് ഒരു പോലീസ് കേസിൽ അകപ്പെട്ടു പോയി. அவருடைய கணவன் ஒரு போலீஸ் கேஸில் அகப்பட்டார். അവൻ പോലീസ് സ്റ്റേഷനിലാണ്. போலீஸ் ஸ்டேஷனில் அகப்பட்டார். അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ആരുമില്ല. ஜாமீன் வெளிவரும்படியாக ஒருவரும் இல்லை, അവൻ உட்படவில்லை. ഫെയ്ത്തോമിൽ വന്നിരിക്കുകയാണ്. விசுவாச வீட்டில் வந்திருக்கிறார். ഫാദർ, എന്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് ജാമ്യം നിൽക്കാമോ? அவர் சொன்னார், பாஸ்டர், கணவனுக்காக ஜாமீன் நிற்பீர்களா? ഞാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? எனக்கு உதவி செய்வீர்களா? ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. நான் வேறு இடத்திலிருந்து இங்கே வந்து தங்கி இருக்கிறேன். എന്റെ ഭർത്താവിനെ ഒരുവൻ ജോലിക്ക് വിളിച്ചുകൊണ്ടുപോയി. என்னுடைய புருஷனை ஒருவன் வேலைக்கு அழைத்து சென்றான். അവൻ ഒരു കള്ളനായിരുന്നു. அவன் திருடனாக இருந்தான். പോലീസ് അവനെ പിടിച്ചപ്പോൾ എന്റെ ഭർത്താവിനെയും കൂടെ പിടിച്ചുകൊണ്ടുപോയി. காவல்துறையினர் அவரை கைது செய்த வேளையில் என் கணவனை எடுத்து சென்றார்கள். അതുകൊണ്ട് ജയിലിലായി ഒന്ന് രക്ഷിക്കാമോ? ஆகையால் சிறைக்குள்ளாக்கப்பட்டார். தயவு செய்து எப்படியாவது ഞാൻ പറഞ്ഞു, விடுவீர்களா? എനിക്ക് ജാമ്യം നിൽക്കാൻ നോക്കത്തില്ല. நான் சொன்னேன், என்னால் ஜாமீன் நிற்க முடியாது. ഞാൻ അടുത്ത ഒരു സ്നേഹിതനായ അഡ്വക്കേറ്റിനെ വിളിച്ചു. பக்கத்தில் நண்பனாக ஒரு வழக்கறிஞர் അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതിന്റെ കാര്യം പറഞ്ഞു. பேசுகிறவளை விதமாக சொன்னார், ബ്രദർ ജോസെ, 1000 രൂപ നമ്മൾ കെട്ടിവെച്ചാൽ മതി. நீங்கள் 1000 ரூபாய் കട്ടി வைத்தால் போதும். അപ്പോൾ അവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. அவருக்கு ஒரு சிறு பிள்ளை உண்டு. ജനിച്ചിട്ട് കൂടി വന്നാൽ 2-3 ആഴ്ച പ്രായമേ കാണത്തുള്ളൂ. அதிகபட்சம் அந்த குழந்தை பிறந்து 2-3 வாரங்கள் അവൾ தாண்டி ആ இருக்கும். കുഞ്ഞുമായി ഫെയ്ത്തോം വാതിൽക്കൽ നിന്ന് കരയുക. அந்த குழந்தையுமாக விசுவாச வீட்டு வாசலில் എന്റെ நடந்து கொண்டாள். ആത്മാവ് എന്നോട് പറഞ്ഞു, என் ஆத்மா எனக்கு சொன்னது, ആ ദിനത്തിൽ നിനക്ക് കരുണ വേണ്ടേ? அந்த நாளில் உனக்கு இருக்க வேண்டாமா? ഞാൻ എവിടെയോ മീറ്റിംഗിന് പോകാൻ എല്ലാം ബാഗൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. நான் இந்த கூட்டத்துக்கு செல்லும்படியாக நான் தயார்படுத்திக் ഞാൻ கொண்டிருந்தேன். പെട്ടെന്ന് ഇറങ്ങി വന്നു. சடிதியாக வெளியே வந்து ഞാൻ അഡ്വക്കേറ്റിന്റെ കാര്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. வழக்கறிஞருடைய காரியம் சொல்லி எல்லாம் ஒப்படைத்து, അതിനുശേഷം ഞാൻ അലമാരിയിൽ നിന്ന് 1100 രൂപ എടുത്തോണ്ട് വന്നു. அதற்கு பிறகு நான் நல்மாராவிலிருந்து 1100 ரூபாய் അപ്പൊ எடுத்து ഞാൻ 1000 രൂപ അവനെ ഇറക്കുന്നതിനായി കൊടുത്തു. 1000 ரூபாய் ஜாமீனில் கொண்டு போய் கொடுத்தேன். 100 രൂപ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. 100 ரூபாய் அவளுக்கு உணவுக்காக கொடுத்தேன். പെട്ടെന്ന് ആ പെൺകുട്ടി കരഞ്ഞോണ്ട് ഫെയ്ത്തോം വാതിൽക്കലങ്ങിയിരുന്നു. சடிதியாக அவள் அழுது கொண்டு வாசற்படியில் അവളുടെ இருந்தாள். കയ്യിൽ നിന്ന് കുഞ്ഞ് വിറച്ച് താഴെ പോകാൻ തുടങ്ങുന്നു. ഞാൻ அவளுடைய கருத்து குழந்தை நடுங்கி தரையில் போய் പെട്ടെന്ന് അവരെന്നോട് ചോദിച്ചു, അങ്ങേ എന്താ ഇങ്ങനെ ചെയ്തെന്ന്. சரி, அவள் கேட்டால், தாங்களே நிமிதமாக ഞാൻ செய்தீர்கள். പറഞ്ഞു, എന്റെ കർത്താവ് കരുണയുള്ളവനാണ്. நான் சொன்னேன், என் கர்த்தர் இரக்கமுள்ளவர். ആ ദിനത്തിൽ അവന്റെ കരുണ എന്നോട് വെളിപ്പെട്ടു വരേണ്ടതിനാണ്. அந்த நாளில் அவருடைய இரக்கம் எனக்கு ഞാൻ கிடைக்கும். നല്ലവനായതുകൊണ്ട് നിനക്ക് തന്നതല്ല. நான் நல்லவனானவனால் அல்ல, ഞാൻ സമ്പന്നനായതുകൊണ്ട് നിനക്ക് തന്നതല്ല. நான் ஐஸ்வர்யவானவனால் உனக்கு എന്റെ தந்ததல்ல. യജമാനൻ എന്നോട് കരുണയെ കുറിച്ച് ചോദിക്കുന്ന നാളിൽ என் ஆண்டவர் என்னிடத்திலே இரக்கத்தை குறித்து അവന്റെ கேட்கிற കരുണ நாளில் എന്നിൽ വരേണ്ടതിനാണ് ഞാൻ അത് அவருடைய ചെയ്തത്. இரக்கம் எனக்கு கிடைக்கும்படி நான் നമുക്ക് செய்கிறேன். ദൈവത്തോട് പ്രാർത്ഥിക്കാം. நான் தேவனிடத்தில் வேண்டிக் கொள்ளுவோம். സിയോൻ യെരൂശലേം ഒന്നുമല്ല നമ്മുടെ വിഷയം. நம்முடைய விஷயம் சியோன் எருசலேம் அல்ல. അവിടെ നമ്മുടെ ദൈവം നമ്മെ കൊണ്ടാക്കിക്കൊള്ളുമല്ലോ. அங்கே நம்முடைய தேவன் கொண்டு சேர்ப்பாரே. നമുക്കിപ്പോൾ ആവശ്യം കരുണയാ. நமக்கு இப்போ தேவை இரக்கமே. കർത്താവേ, നിന്റെ കരുണയുള്ള ഹൃദയം എനിക്ക് തരണം. ஆண்டவரே, உம்முடைய இரக்கமுள்ள இருதயம் எனக்கு தாரும். എന്നോട് എത്ര കരുണ തോന്നി. உமதிரத்தில் மிகவும் എന്റെ கனிவான പാപം നീ நீர். മറന്നതുപോലെ என் பாவங்களுக்கு மன்னித்தபடி അന്യന്റെ പാപം മറക്കുവാൻ എനിക്കൊരു ഹൃദയം തരണമേ. பிறന്റെ പാപங்களை മറക്കുம்படி எனக்கு இரக்கம் ഇന്ന് செய்யும். രാത്രിയിൽ ഹൃദയത്തിൽ പാപഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ இன்றைக்கு ராத்திரி இதயத்தில் பாவபாரத்தோடு യേശുവിന്റെ രക്തം നമ്മുടെ പാവക്കറകളെ കഴുകട്ടെ. യേശുവിന്റെ പാപക്കറകളെ ആ കഴുകട്ടെ. രക്തം നമുക്ക് സമാധാനം തരും. ആന്തരത്തിൽ നമുക്ക് സമാധാനം പൗലോസ് തരും.
കൊലോസ്യ ലേഖനം 1:20 വരുമ്പോൾ கொலோசியர் 3-ாம் அதிகாரம் 20-ாம் வசனத்துக்கு അവിടെ പൗലോസ്ലീഹ പറയുന്നു, அங்கே பவுல் சொல்லுகிறார், അവന്റെ രക്തം നിങ്ങൾക്ക് സമാധാനം തരും. அவருடைய ரத்தம் உங்களுக்கு சமாதானத்தை தரும். വീണ്ടും വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ மேலும் வேதாகமத்தை അവന്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുകയാണ്. அவருடைய ரத்தம் நமக்காக பரிந்து பேசுகின்றது. നിങ്ങൾ നിത്യതയിലേക്ക് പോയി നോക്കിക്കാട്ടെ. நீங்கள் நித்தியத்தில் போய் பார்த்தால் അവിടെ സിംഹാസനത്തിന്റെ മുൻപിൽ ഒരു ശബ്ദമുണ്ട്. நம்முடைய சிங்காசனத்துக்கு முன்னே അത് ഹാബേലിന്റെ രക്തത്തിന്റെ ശബ്ദമാണ്. ஆபேலின் ரத்தத்தின் ആ சத்தம். ശബ്ദം എന്താണ് വിളിച്ചു പറയുന്നത്? அந்த சத்தம் அறையுகிறது. ദൈവമേ, എന്റെ രക്തത്തിനായി പ്രതികാരം ചെയ്യണമേ. தேவனே, என் ரத்தத்திற்காக பழி வாங்க வேண்டுமே. അതേ സിംഹാസനത്തിന്റെ വലത്തുവശത്ത് മറ്റൊരു രക്തം നിൽക്കുന്നു. அதே சிங்காசனத்தின் வலது பகுதியில் ആ ஒரு ரத்தம் இருக்கிறது. രക്തം എന്താണ് വിളിച്ചു പറയുന്നത്? அந்த ரத்தம் சொல்லுவது, ഇവരോട് ക്ഷമിക്കണമേ, இவர்களுக்கு மன்னியே, ഇവരോട് ക്ഷമിക്കണമേ. இவர்களுக்கு ഇന്ന് மன்னியே. രാത്രിയിൽ ആ ശബ്ദം നമുക്ക് കേൾക്കാം. இன்றைக்கு ராத்திரி சத்தத்தை വീണ്ടും கேட்போம். വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ வெளிப்படுத்தின விசேஷத்துக்கு അവർ வருகையில் കുഞ്ഞാടിന്റെ രക്തത്താൽ സാത്താനെ ജയിച്ചെന്നാണ്. அவர்கள் ஆட்டுக்குட்டி ரத்தத்தினால் சாத்தானை ஜெயித்தார்கள். കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ സാത്താനെ ജയിച്ചു. ஆட்டுக்குட்டி ரத்தத்தினால் சாத்தானை ഇന്ന് രാത്രി നമുക്ക് ஜெயித்தார்கள். നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. இன்றைக்கு ராத்திரி கண்களை ദൈവ மூடுவோம். സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. மத்தியில் அசைவாடி നമുക്ക് നമ്മുടെ ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോകാം. தேவனை திரும்புவோம். നമുക്ക് തിരികെ പോകുവാൻ ദൈവകൃപ വേണം. நாம் தேவனிடத்தில் இப்படியாக ആ கிருபை தேவை. കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടത്. அந்த கிருபையில் ரட்சிக்கப்பட்டோம். കൃപയാലത്രേ നിലനിന്നത്. கிருபையால் நிலைத்திருந்தோம். കൃപയാലത്രേ ദൈവത്തെ ആരാധിച്ചത്. கிருபையால் தேவனை தொழுது ഈ கொண்டோம். രാത്രിയിൽ യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. இன்றைக்கு ராத்திரி இயேசு ரத்தத்தில் എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് எல்லோரும் கண்களை மூடுவோம். നമ്മുടെ ഹൃദയദിശകൾ പ്രകാശിച്ചാട്ട് நம்முடைய மனக்கண்கள் பிரகாசிக்கட்டும். ഗെത്സമനയിൽ നമുക്ക് കർത്താവിന്റെ ഗോൽഗോഥായിലേക്ക് പോകാം. கெத்செமனே கொல்கோதாவுக்கு செல்லுவோம். ആ രംഗം നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. அந்த காட்சியை சற்று எண்ணி യേശുവിന്റെ பார்ப்போம். ക്രൂശ് നിങ്ങൾ കാണുന്നില്ലേ? இயேசு சிலுவையை நீங்கள் അവന്റെ காணவில்லையோ? ഇരു സൈഡിലും ഇരു കള്ളന്മാരെ കാണുന്നില്ലേ? இருபட்சத்தில் மீது கல்லறைகளை നോക്കുവീൻ, காணவில்லையோ? അവന്റെ കരങ്ങൾ ആണികൾ കേൾക്കുന്നത് കണ്ടില്ലേ? பாருங்கள், அவருடைய கரங்களில் ஆணிகள் പ്രിയ ദൈവ அறைகின்றார்கள். പൈതലേ, அருமையான தேவனுடைய பிள்ளையே, നിന്റെ കരം വിശുദ്ധീകരിക്കപ്പെടുവാൻ உன்னுடைய கரம் பரிசுத்தமாக்கப்படும். അവന്റെ കരം ആണികൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു. அவருடைய கரம் ஆணிகளுக்கு ஒப்படைக்கப்பட்டிருக்கிறது. നോക്കുവീൻ, അവന്റെ കാലുകളിൽ ആണികൾ ഏൽക്കുന്നത് കണ്ടില്ലേ? பாருங்கள், அவருடைய கால்களில் ஆணிகள் ആ அறைகின்றார்கள். ആണിപ്പാടാണ് നിന്നെ നീതിയിൽ നടത്തിയത്. அந்த ആണിயின் காயங்கள் உன்னை நீதிக்கு நடத்தின. അവന്റെ മുതുക ഉഴവുചാല് പോലെ കീറുന്നത് കാണുന്നില്ലേ? அவருடைய முதுகை உழும் பாத்திகளை போல கிழிப்பதை ആ காணவில்லையோ? മുറിപ്പാടാണ് നിനക്ക് സൗഖ്യം തരുന്നത്. அந்த കായങ്ങളെ உனக்கு സുഖത്തെ അവന്റെ തരുന്നത്. മുഖം തുപ്പലിനെ ഏൽപ്പിക്കപ്പെടുന്നത് കാണുന്നില്ലേ? അവന്റെ മുഖം തുപ്പപ്പെടുപടി ഒപ്പുകൊടുപ്പதை അതാണ് കാണുന്നില്ലയോ? നിന്റെ മുഖത്തെ പിതാവ് ആദരിപ്പാൻ ഇടമായത്. உன் முகத்தை பிதா அங்கீகரிக்கும்படி அதுவே வழிவகுத்தது. അവൻ നിനക്ക് വേണ്ടി അലറി നിലവിളിക്കുന്നത് കാണുന്നില്ലേ? உனக்காக அவர் அலறி கூக்குரலிடுவதை അവന്റെ காணவில்லையோ? രാത്രി അവന്റെ കാൽവറിയിലേക്ക് നമുക്ക് അടുത്തിയല്ല. இன்றைக்கு ராத்திரி கல்வாரிக்கு நேராக செல்லுவோம். എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് எல்லோரும் கண்களை மூடுவோம். കാൽവറിയെ ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നാട്ട് கல்வாரை தியானித்துக் എലോഹീം கொண்டிருப்போம். എലോഹീം ലമ്മ ശബത്താനി എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നാട്ട് ஏலோகி ஏலோகி லாமா சமக்தானி என்றழைக்கும் சத்தத்தை ആ രക്തം கேட்டுக்கொண்டிருப்போம். നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ஆதரவு நமக்காக நலமானவர்களை നമുക്ക് பேசிக் രക്ഷകന്റെ പാദപീഠത്തിൽ പോകാം. ரட்சகருடைய பாதபீடத்தில் ദൈവ செல்லுவோம். കരുണയ്ക്കായി യാചിക്കാം. தேவனுடைய இரக்கத்துக்காக ആ மன்றாடுவோம். രക്തമാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. அந்த இரத்தம் உன்னை கிரயத்துக்கு ആ வாங்கியது. രക്തത്താലാണ് നീ നീതീകരിക്കപ്പെട്ടത്. அந்த இரத்தத்தினால் நீ ആ நீதியரிக்கப்பட்டாய். രക്തത്താലാണ് നീ സാത്താനെ ജയിച്ചത്. அந்த இரத்தத்தினால் சாத்தானை ഒരിക്കൽ மேற்கொண்டாய். ഒരു പിശാചി പിടിച്ച ഒരു പെൺകുട്ടി ആരാധനയ്ക്കായി വന്നു. ஒரு சந்தர்ப்பத்திலே பிசாசினால் பிடிக்கப்பட்ட ஒரு பெண் பிள்ளை ஆராதனைக்கு வந்தாள். ഞാനെന്ന് ആരാധനയുടെ ദിവസം യേശുവിന്റെ രക്തം ഏച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. அன்றைக்கு ஆராதனை நாள் இயேசு இரத்தத்தை சொல்லிக் கொண்டிருந்தார். ആരാധന മധ്യ അവൾ ആലോറിക്കൊണ്ട് ഓടുന്നത് ഞാൻ കണ്ടു. ஆராதனைக்கு மத்தியில் அலறிக்கொண்டு ஓடுவதை യേശുവിന്റെ രക്തം എന്ന് കേട്ടപ്പോ இயேசு இரத்தம் கண்ட வேளையில் ദുഷ്ടനായ സാത്താൻ വീണുപോയി. பொல்லாங்கரைய சாத்தான் விழுந்து സാത്താൻ விட்டான். നിന്നെ രാപ്പകൽ കുറ്റം വിധിക്കുകയാണോ? சாத்தானை இரவும் பகலும் குற்றம் അവൻ നിന്റെ പരാജയം പറഞ്ഞ് നിന്നെ അധൈര്യപ്പെടുത്തുകയാണോ? உன் தோல்வியை சொல்லி உன்னை ഇന്ന് அதைரியப்படுத்துகிறான். രാത്രിയിൽ യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. இன்றைக்கு ராத்திரி இயேசு இரத்தத்தில் பற்றுதல் എല്ലാ வைப்போம். കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽ മേലിരുന്നാട്ട് முடிந்த மட்டும் எல்லோரும் முழங்கால் ചുരുങ്ങിയ படியிடுவோம். നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. சில நிமிடங்கள் மட்டுமே ആരും ദുഃഖിതരായി മടങ്ങിപ്പോകരുത്. ஒருவரும் துக்கத்தோடு திரும்பி செல்ல ആരും வேண்டாம். രോഗികളായി മടങ്ങിപ്പോകരുത്. ஒருவரும் பிடியாளிகளாக ആരും നിരാശരായി മടങ്ങിപ്പോകരുത്. ஒருவரும் மனசோர்வோடு திரும்பி செல்ல ആരും வேண்டாம். പാപഭാരത്തോടെ മടങ്ങിപ്പോകരുത്. ஒருவரும் பாவபாரத்தோடு திரும்பி செல்ல കരുണയുള്ള வேண்டாம். കർത്താവിനെ കാണുവേൻ. கருணையுள்ள கர்த்தரை ഉയർത്തു വന്ന பார்ப்போமாக. യേശു നമ്മുടെ നടുവിൽ നിൽക്കുന്നു. உயிர்த்தெழுந்த இயேசு நம்முடைய மத்தியில் അവൻ இருக்கிறார். കരങ്ങളെ നീട്ടുന്നു. அவர் கரங்களை അവൻ நீட்டுகின்றார். പറയുന്നു, அவர் சொல்லுகின்றார். മകനേ ഞാൻ യേശുവാണ്. மகனே நான் നീ இயேசுவாய் എന്റെ இருக்கிறேன். കരങ്ങളെ നോക്കുവേ. என் கரங்களை എന്റെ காண்பாயாக. മുറിപ്പാടുകളെ കാണുവേ. என் காயங்களை ആ காண்பாயாக. മുറിപ്പാടാണ് നിന്നെ നീതിയിലേക്ക് നടത്തിയത്. அந்த காயங்களே உன்னை പരിശുദ്ധ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തൊടുവാനാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും കാൽവറിയെ കൽവാരിയെ ധ്യാനിപ്പോമാക. നീ എന്ത് പ്രശ്നത്തോടെയാണ് ദൈവസേനയിൽ വന്നത്? എന്റെ പ്രശ്നത്തോട് ദൈവസമുഖത്ത് അവയെല്ലാം പറഞ്ഞ് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഇന്ന് രാത്രി ഞാൻ ഈജിപ്തിലേക്ക് വരും. ഇന്ന് രാത്രി ഞാൻ എന്റെ ജനത്തെ വിടുവിക്കും. ഇന്ന് രാത്രി ഞാൻ മിസ്രൈമിലെ ദേവനെ സന്ദർശിക്കും. മിസ്രൈമിലെ ആദ്യജാതനെ സംഹരിക്കും. ആ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. അതിരത്തെ തുറന്നു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ട് പാപത്തോട് വിട പറയുവീ, രോഗത്തെ ശാസിക്കുവീൻ, യേശുവിന്റെ രക്തത്താൽ പിശാചിന്റെ മേൽ നിന്ന് ജയം നേടുവീ. യേശു മുഖാന്തരം പിതാവിങ്കിലേക്ക് നിനക്ക് മടങ്ങിപ്പോകാം. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്, എന്റെ കർത്താവായ യേശു മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവായ യേശു മുഖാന്തരം പാപത്തിന്റെ മേൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവായ യേശു മുഖാന്തരം പിശാചിന്റെ മേൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.